നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ ഇടപെട്ട് തൻ്റേതായ അടയാളമിട്ട ടി.പി. കലാധരൻ മാഷാണ്. നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മാഷെ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അധ്യാപകനായിട്ടും അല്ലാതെ വിവിധ തസ്തികകളിലായിട്ടും പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? എത്ര തൊഴിലിടങ്ങൾ? അങ്ങനെ. ഞാൻ 1979 പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഡയറ്റിലേക്ക് വരുന്നത്. അത് 1994. അപ്പോൾ അതുവരെയുള്ള പ്രൈമറി സ്കൂൾ അധ്യാപനം, അതിനുശേഷമുള്ള ഡയറ്റിലുള്ള അധ്യാപക പരിശീലകൻ എന്ന അനുഭവം. ഇതിനിടയ്ക്ക് തന്നെ 2007 മുതൽ സർവശിക്ഷാ അഭിയാൻ്റെ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസറായിട്ട് പ്രവർത്തിച്ചു. അങ്ങനെ 2 വർഷം മുമ്പ് ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. ഔദ്യോഗികമായ സർവീസിൽ നിന്ന് വിരമിച്ചു. അപ്പോൾ ഇപ്പം നിലവിലിരിക്കുന്ന പൊസിഷൻ അതിലേക്ക് എത്തിയ വഴി? സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സർവശിക്ഷാ അഭിയാൻ്റെ സ്റ്റേറ്റ് കൺസൾട്ടൻ്റായി 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാഷിൻ്റേതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാഷിൻ്റെ പേര് സെർച്ച് ചെയ്താൽ ഉടനെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ചൂണ്ടുവിരൽ എന്ന് പറയുന്ന ഒരു ബ്ലോഗാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു 18 വർഷത്തിൻ്റെ നീണ്ട ഹിസ്റ്ററി ഒരു ബ്ലോഗിനുണ്ട്. മാഷ ബ്ലോഗ് തുടങ്ങുന്ന സമയത്ത് ബ്ലോഗെന്നോ ഒരുപക്ഷെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് പോലുമോ കേരളത്തിലെ അധ്യാപകരെ ആലോചിച്ച് തുടങ്ങിയിട്ടില്ലാത്ത അത്ര വിദൂരമായൊരു സാഹചര്യത്തിൽ നിന്നാണ് മാഷ് അത് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ആശയത്തിന് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധിപ്പിക്കാൻ തോന്നിയതിൻ്റെ പിന്നിലെ കാരണം, അത് ആർക്ക് വേണ്ടി ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്തെന്ന് മാഷ് ഇപ്പോൾ കരുതുന്നു? ഈ 2007 ആകുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ഒരു പ്രശ്നം പറഞ്ഞാൽ പാഠ്യപദ്ധതിയുടെ 2ാം ഘട്ട പരിഷ്കാരം നടത്തി. ഈ 2ാം ഘട്ട പരിഷ്കാരം നടത്തിയപ്പോഴും ഈ പുതിയ രീതിയിൽ കുട്ടികൾ പഠിച്ചാൽ അവർക്ക് നിലവാരം ഉണ്ടാവില്ല എന്നുള്ള വാദഗതികൾ സമൂഹത്തിൽ ശക്തമായിരിക്കുകയാണ്. അപ്പോൾ ഈ വാദഗതികളെ പ്രതിരോധിക്കണമെങ്കിൽ തെളിവ് വേണം. ആ തെളിവ് വേണമെങ്കിൽ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന തെളിവ് ആണ് പറയേണ്ടത്, സൈദ്ധാന്തികമായി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിന് സഹായകമായി തെളിവ് നൽകുന്നതോടൊപ്പം തന്നെ കുറേയേറെ അധ്യാപകർക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത്. അപ്പോൾ അവർക്ക് വിജയാനുഭവങ്ങൾ പങ്കുവെക്കണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ചൂണ്ടുവിരൽ എന്ന ബ്ലോഗ് ആരംഭിച്ചത് 2010. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായി നടത്തുക എന്നുള്ളതിൻ്റെ തെളിവ് അതിൻ്റെ അകത്ത് കിട്ടും. അതോടൊപ്പം തന്നെ കേരളത്തിലെ പഠന രീതിയെ പറ്റിയിട്ടുള്ള കൃത്യമായ ചിത്രം കിട്ടും. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റം കിട്ടും. ഈ ഒരർത്ഥത്തിലാണ് ഈ ചൂണ്ടുവിരൽ ബ്ലോഗ് ആരംഭിക്കുന്നത്. അതിനൊരു പ്രതിരോധ സ്വഭാവമാണ് തുടക്കത്തിൽ നൽകിയിരുന്നത്. അതിൻ്റെ ആന്തരികമായി പൊതുവിദ്യാഭ്യാസത്തെ കാര്യക്ഷമമാക്കുന്നതിനുള്ള തെളിവുകൾ, ആശയങ്ങൾ നൽകുക എന്നുള്ളതാണ് ബ്ലോഗിലേക്ക് എത്തി. അങ്ങനെ ബ്ലോഗ് എന്ന സംവിധാനം ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കാസ്കേഡ് മോഡലാണ്. അതായത് സംസ്ഥാന തലത്തിൽ ഒരു ഗ്രൂപ്പ്, അതിനുശേഷം വേറെ ഗ്രൂപ്പിനെ പരിശീലിപ്പിച്ച് താഴേക്ക് എത്തുമ്പോൾ ഒത്തിരി ചോർച്ച സംഭവിക്കും. അത് കഴിഞ്ഞ് 1 മാസം കഴിയുന്നതിന് വരെ കാത്തിരിക്കണം അടുത്ത ക്ലസ്റ്റർ പരിശീലനം. ഇതിനിടയ്ക്ക് അധ്യാപകർ നേരിടുന്ന ഒത്തിരി പ്രശ്നമുണ്ടാകും. അപ്പോൾ ഈ ലൈവായിട്ടാണെങ്കിൽ ഏത് അധ്യാപകനും തനിക്ക് ആവശ്യമുള്ള സമയത്ത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്രോതസ്സില്ലാത്തൊരു അവസ്ഥയാണ്. അതുകൂടെ പരിഗണിച്ചിട്ടാണ് ഈ ബ്ലോഗ് സത്യത്തിൽ ആരംഭിക്കുന്ന മറ്റൊരു പശ്ചാത്തലം. അപ്പോൾ മാഷെ, ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ അതിൻ്റെ വ്യൂവേഴ്സ് ആരാണ്? ഇപ്പം നമ്മൾ മനഃപൂർവ്വമായിട്ട് മറ്റധ്യാപകരിലേക്ക് എത്തിക്കുകയാണോ ചെയ്തത്? അത് ആ കാണുന്നുണ്ടെന്ന് നമുക്കൊരു ഉറപ്പ് വേണമല്ലോ. അതുപോലെ ബാക്കിയുള്ളവർക്ക് അതുമൂലം ബ്ലോഗ് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്, ഈ വളരെ റീസെൻ്റ് ആയിട്ടുള്ള സമയത്താണ് അധ്യാപക പരിശീലനത്തിലടക്കം ഓൺലൈൻ പരിശീലനമൊക്കെ നൽകി വരുന്നത്. ഇൻഫ്രാസ്ട്രക്ചറിലാണെങ്കിലും അത് ഉപയോഗിച്ച് എങ്ങനെ പഠിപ്പിക്കാം എന്നൊക്കെ. അപ്പോൾ അന്ന് അതെങ്ങനെ അധ്യാപകർ ഉപയോഗിച്ചു എന്നുള്ളതിനെക്കുറിച്ച് മാഷിൻ്റെ ഒരു വിലയിരുത്തൽ എന്താ? ബ്ലോഗിലെ പോസ്റ്റുകൾ ആരംഭിച്ച് കഴിയുമ്പോൾ ഞാനന്ന് സർവശിക്ഷാ അഭിയാനി വർക്ക് ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ ബ്ലോഗിലിട്ടിട്ടുണ്ട്, അത് ബ്ലോഗ് പരിശോധിക്കാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേട്ടറിഞ്ഞ് ആൾക്കാരിങ്ങനെ ആവശ്യക്കാർ ക്രമേണ കൂടി വരികയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ കൂടിയാണ് ഇതിൻ്റെ കാഴ്ചക്കാരുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇത് കാണുമോ കേൾക്കുമോ എന്നുള്ളതല്ല. ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ ദിവസവും 10-100 പേരും സന്ദർശിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് നമുക്ക് അല്ലാതെ അന്നത്തെ നവമാധ്യമങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് വേറെ രീതിയിൽ അറിയിക്കാൻ കഴിയത്തില്ല. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിലേക്ക് ലിങ്ക് കൊടുക്കാനൊന്നും അന്ന് ഫേസ്ബുക്ക് സജീവമാണ്. അപ്പോൾ അവർ അറിഞ്ഞ് കേട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിഞ്ഞ് കേട്ട് വരിക എന്നുള്ളത് പറ്റത്തുള്ളൂ. അത് മൊബൈൽ ഫോണിലും അന്ന് ഈ നെറ്റ് സംവിധാനമില്ല.
അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന അധ്യാപകർ ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചക്കാർ കൂടി വരികയും ചർച്ച വരികയും ക്രമേണ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ചർച്ച കേരളത്തിൽ പലർക്കും ഇങ്ങനെ ഒരു ബ്ലോഗ് ഉണ്ടെന്ന് നോക്കിയാൽ മതി എന്നുള്ള സംഭവം. ക്ലസ്റ്റർ ട്രെയിനിങ് ഒക്കെ വരുമ്പോൾ ആൾക്കാർ ഇത് റെഫർ ചെയ്ത് വർത്തമാനം പറയാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിൻ്റെ ആവശ്യക്കാരെ ഉണ്ടായത്. പിന്നെ ഏതെങ്കിലും ഒരു സ്കൂളിനെ പറ്റി ഇട്ട് കഴിഞ്ഞാൽ ആ സ്കൂളുകാർ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി ഇങ്ങനെയൊരു വാർത്ത, നല്ല വാർത്ത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ അവരുടെ പരിചയക്കാരിലേക്ക് എത്തിക്കും. അങ്ങനെ ഇത് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പക്ഷേ സ്കൂളുകളെ എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇപ്പോൾ ഒരുപാട് സ്കൂളുകളുടെ വ്യത്യസ്തമായി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ അധ്യാപന രീതിശാസ്ത്രത്തെക്കുറിച്ചുള്ള മാഷിൻ്റെ കണ്ടെത്തൽ, അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കുന്ന വിവിധ രീതികൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്ന് ഇടേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ബ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ എത്തി? അപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ പോകുന്നത് ഒരു നന്മ കണ്ടെത്താൻ എന്ന രീതിയിലാണ് പൊതുവെ പറയും. അപ്പോൾ ഈ ഏത് സ്കൂളിലും ഒരു അധ്യാപനെങ്കിലും വളരെ വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടാകും. അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ കണ്ടെത്താൻ വേണ്ടി ചെല്ലുമ്പോൾ ആ സ്കൂളിലെ ക്ലാസ് റൂമിലേക്ക് കയറുമ്പം ചില ക്ലാസ് റൂം വളരെ വ്യത്യസ്തമായിരിക്കും. ഉദാഹരണമായിട്ട് കാസർഗോഡ് ചെന്നപ്പോൾ അവിടെ ഒരു സ്കൂളിൽ ഒത്തിരി ചിരട്ട മൂലയ്ക്ക് ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുന്നു, ചിരട്ട. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ക്ലാസ്സിൽ എന്തിനാ ഇത്രയും ചിരട്ട കൊണ്ടു 40 ചിരട്ട ഇട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ടീച്ചർ എന്തോ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ പറഞ്ഞ് അത് കുട്ടികൾ ഇന്നലെ ത്രാസ് ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബാക്കി വന്നാൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ത്രാസ് ഉണ്ടാക്കി തുടങ്ങി. ഈ ടീച്ചർ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ 1-2 മണിക്കൂർ ആ സ്കൂളിലെ മുഴുവൻ അനുഭവവും വളരെ വ്യത്യസ്തമായി. ഇത് ഈ ചിരട്ട കണ്ടപ്പോഴുള്ള തോന്നലിൽ നിന്ന് ചോദിക്കുന്നുകൊണ്ടാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില അടയാളങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സ്കൂളിൽ വ്യത്യസ്തമായ എന്തുണ്ട്. പിന്നെ ഈ വല വലിച്ചെടുക്കുന്നതിൻ്റെ കൂട്ട് നമ്മൾ അതിൽ നിന്ന് ആ സ്കൂളിൽ നടക്കുന്ന മുഴുവൻ അനുഭവങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ അതിന് ആധികാരികതയ്ക്ക് വേണ്ടി ടീച്ചർ നോട്ട് അല്ലെങ്കിൽ ടീച്ചർ കുട്ടിയോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു തെളിവ് ഫോട്ടോ എടുക്കുക. ഇങ്ങനെ ആ സ്കൂളിനെ അവിടെ ചെന്ന് കണ്ടെത്തുകയാണ്. മുന്നേ കൂട്ടി ആ സ്കൂളിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല. ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്നാൽ ചിലയിടത്ത് അങ്ങനെയല്ല, വളരെ പർപ്പസോടെ ലക്ഷ്യത്തോടെ പോകും. ഉദാഹരണമായിട്ട് കൊട്ടാരക്കര ഡയറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പ്രഥമാധ്യാപകരുടെ യോഗ നടക്കുക. അപ്പോൾ പ്രഥമാധ്യാപകരെല്ലാം പറയുന്നു ഈ രക്ഷിതാക്കളെ വിളിച്ചാൽ വരത്തില്ല, 10% 15% വരത്തുള്ളത്. അന്നേരം ഒരു മാഷ് ജോൺസൺ എന്ന് പറയുന്നൊരു എച്ച്.എം എഴുന്നേറ്റ്, അമ്പലക്കര സ്കൂളിലെ എച്ച്.എം എഴുന്നേറ്റ് പറയുന്നു, ആര് പറഞ്ഞ് രക്ഷിതാക്കൾ വരത്തില്ല, എൻ്റെ സ്കൂളിൽ 100% രക്ഷിതാക്കളുടെ പങ്കാളിത്തം നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. അപ്പം ഞാൻ ആ മാഷോട് പറഞ്ഞു ഞാൻ ആ സ്കൂളിൽ വരുന്നുണ്ട്. അങ്ങനെ ആ സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞ സത്യം, രക്ഷിതാക്കൾ പറയുന്നത് ഈ സ്കൂൾ ഒരു ബന്ധുവിദ്യാലയമാണെന്നാണ്. ഒരു കുട്ടി പനി പിടിച്ച് വീട്ടിൽ കിടന്ന ആ 2ാം ദിവസം ഈ സ്കൂളിലെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ആ വീട്ടിൽ ചെല്ലും. അങ്ങനെയാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കും. കല്യാണക്കുറിയാണെങ്കിൽ ആദ്യം എന്ന് കൊടുക്കുന്ന ഈ സ്കൂളിനാണ്. ആ രീതിയിൽ അപ്പോൾ ഈ അത്ര ഒരു ആത്മബന്ധം സ്ഥാപിക്കുക. അന്നേരം ആ സ്കൂളിനെ പറ്റി എഴുതാതിരിക്കാൻ പറ്റില്ല. ഞാൻ 2-3 തവണ ആ സ്കൂളിൽ പോയി. അപ്പോൾ അവർ എന്നെ വീണ്ടും വിളിച്ച് പറയും, മാഷെ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് പറയും. അന്നേരം ഞാൻ വീണ്ടും പോകും. അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചിലപ്പോൾ പോകുന്ന ഇവരുടെ വർത്തമാനത്തിൽ നിന്ന് കിട്ടുന്ന സൂചനകളെ വെച്ചിട്ടും പോകും. അങ്ങനെ ഈ 2 രീതിയിലാണ് സ്കൂളുകളെ നമ്മൾ സന്ദർശിക്കുന്നത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലേക്ക് എത്താൻ അത് കൊച്ചുനാൾ തൊട്ട് ആഗ്രഹിച്ചെത്തിയതാണോ, അതോ എത്തിയതിന് ശേഷം ഇതിൻ്റെ സാധ്യതകൾ കണ്ടിട്ട് അങ്ങനെ പോയതാണ്? ഇപ്പോൾ മാഷ് പറഞ്ഞു 14 വർഷത്തെ കുട്ടികളുമായി നേരിട്ട് സംവദിച്ചുള്ള എക്സ്പീരിയൻസും ബാക്കി അധ്യാപകരുടെ ഇടയിൽ പോളിസി മേക്കിംഗ് തലത്തിൽ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസും ആണല്ലോ ഉള്ളത്. അപ്പം ഈ 2 എണ്ണത്തിൻ്റെ അകത്ത് മാഷിന് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് തോന്നിയതും ചിലപ്പോൾ ഏതായിരിക്കും? അതിലേക്ക് എത്താനുള്ള വഴി എന്തായിരുന്നു? ഞാൻ അധ്യാപന വൃത്തി തിരഞ്ഞെടുക്കുന്നത് വളരെ യാദൃശ്ചികമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ 75-77 കാലഘട്ടത്തിൽ തന്നെ ഈ തൊഴിലിൻ്റെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തൊഴിൽ സാധ്യത കൂടുതലുള്ള ഒരു മേഖല എന്ന രീതിയിൽ മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. ഇത് ഈ സ്കൂൾ തിരഞ്ഞെടുത്ത് ഞാൻ ആദ്യം ഒരു സ്കൂളിൽ നിയമിതരായപ്പോൾ എൻ്റെ 1-ാം ദിവസം അന്നത്തെ ടീച്ചിങ് നോട്ട് എന്ന് പറയുന്ന 32 പേജ് 40 പേജൊക്കെ ഉള്ളതാണ്. ഇത്രയും നോട്ട് എഴുതിക്കൊണ്ട് ചെന്നിട്ട് എച്ച്.എമ്മിനെ കാണിച്ചിട്ട് വേണം ക്ലാസ് എടുക്കാൻ. അങ്ങനെയാണ് പരിശീലിപ്പിച്ചിട്ടുള്ളത്. 4 കോളം നോട്ട്. ഞാൻ എൻ്റെ 1ാമത്തെ അധ്യാപന ദിനമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഈ ടീച്ചിങ് നോട്ട് എഴുതി എൻ്റെ അന്നത്തെ എച്ച്.എമ്മായ നാരായണി ടീച്ചറെ കൈ മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പോൾ ഇതെല്ലാം മറിച്ച് നോക്കിയിട്ട്
ആ ടീച്ചർ എന്നോട് ചോദിച്ചു, മാഷ്ക്ക് ഇന്നലെ വേറെ പണിയില്ലായിരുന്നു. ഇത് കണ്ടിട്ട് ഒന്നാം ദിവസം തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ സ്കൂളിലെ മൊത്തം ആൾക്കാരും വേണ്ടത്ര തയ്യാറെടുപ്പോടെ അല്ല ചെയ്യുന്നത്. ഞാനപ്പോൾ എൻ്റെ ക്ലാസ്സിലേക്ക് കേന്ദ്രീകരിക്കുകയും ആ ക്ലാസ്സിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുകയും പൊതുധാരയായിട്ട് അവിടുത്തെ മൊത്തം സംസ്കാരത്തിൽ നിന്ന് വേറിട്ട് പ്രവർത്തിക്കും. ആ ഒരു വേറിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ക്രമേണ സ്കൂളിലെ മറ്റ് പല ടീച്ചർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏത് സ്കൂളിൽ ചെന്നാലും ആ സ്കൂളിൽ കാണുന്ന പ്രവണത അഭിലഷണീയമല്ലെങ്കിൽ അതിനോട് ചേരുന്നതിന് പകരം എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തുക. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ വളരെ കൂടുതൽ നമ്മളോട് അറ്റാച്ച്മെൻറ്റ് കാണിക്കും. ആ അറ്റാച്ച്മെൻറ്റ് നമുക്ക് മറക്കാൻ കഴിയത്തില്ല. ഉദാഹരണമായിട്ട് മാടവൺ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് ഞാൻ 9 മണിക്ക് മാടവൺ കവലയിൽ ബസ്സിലിറക്കും. അപ്പോൾ ഒരു കുട്ടി വന്ന് എൻ്റെ കഴുത്തിലൊരു തട്ട്, സാറേ എന്തൊക്കെയുണ്ട് വിശേഷം, നാട്ടുകാരെല്ലാം നോക്കിയിരിക്കുകയാണ്. അന്നത്തെ സമയത്ത് ഒരു കുട്ടി വന്ന സാറിൻ്റെ തലയ്ക്ക് ചൂടുക എന്നൊക്കെ പറയുന്നത് ആ കുട്ടി എടുക്കുന്നൊരു സ്വാതന്ത്ര്യമാണ്. ഈ കുട്ടി പഠിക്കാൻ വളരെ പിന്നോക്കമുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. വീട്ടിൽ പോയി കുട്ടിക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള സ്നേഹപ്രകടനം, ഇങ്ങനെ കുട്ടികൾക്ക് കത്തെഴുതുകയും ഒക്കെ ചെയ്യുന്ന ഒരു തലം നമുക്ക് കിട്ടുന്നൊരു പ്രചോദനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ആസ്വാദ്യകരമായി പ്രവർത്തിക്കാൻ കഴിയും. അതാണ് വളരെ ആസ്വാദ്യകരമായ അനുഭവങ്ങളുണ്ടോ, ഈ അനുഭവങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറ്റുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ബാലവേദിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശനി ഞായർ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ കുട്ടികൾ എത്തിച്ചേരണം. ഇപ്പോൾ റാന്നി താലൂക്കിലാണ് എൻ്റെ പ്രവർത്തന മണ്ഡലം. അപ്പോൾ റാന്നിയിലെ തന്നെ 8ഓളം വിദ്യാലയങ്ങളിലാണ് ബാലവേദി നടക്കുക ഓരോ ആഴ്ചയിൽ. മാടവണ്ണുണ്ട്, പുതുശ്ശേരിമല, റാന്നി, വൈക്കം, പഴവങ്ങാടി സ്കൂൾ, ഇങ്ങനെ. അപ്പോൾ ഈ കുട്ടികൾ എത്തിച്ചേരണമെങ്കിൽ വളരെ താല്പര്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ കുട്ടികൾ വരൂ. അവർക്ക് വെല്ലുവിളിയുണ്ട്. ഇത് നിരന്തരം ചെയ്യുന്ന വഴി ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എങ്ങനെ കുട്ടികളെ ആകർഷിക്കാം, കുട്ടികൾ തനിയെ എങ്ങനെ വരും, അവധി ദിവസം വരണമെങ്കിൽ അത് വെല്ലുവിളിയാണ്. അപ്പോൾ ഈ സ്ഥിരമായി കുട്ടികൾ വരുന്ന ഈ അനുഭവം, ഇങ്ങനെ ഒരു 6-7 വർഷത്തെ ബാലവേദി പ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ കൂടി പ്രവർത്തനാധിഷ്ഠിത പഠനത്തിൻ്റെ സാധ്യതയും രീതിശാസ്ത്രവും ശിശുകേന്ദ്രീകൃത സമീപനത്തിൻ്റെ പ്രായോഗികതയും അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നു. ഇതിന് പരിഷത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എല്ലാ വർഷവും ശില്പശാല നടത്തി അതിൻ്റെ പ്രവർത്തകരെ ഈ മേഖലയിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ കൂടിച്ചേരലുകളും പ്രയോഗവും എല്ലാം കൂടെ സമന്വയിപ്പിച്ച് പോകുമ്പോൾ നമ്മൾ അറിയാതെ വളരും. അങ്ങനെ അറിയാതെ വളരുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ക്ലാസ്സിൽ പ്രയോഗിക്കാൻ പറ്റും. കൂടുതൽ സൂക്ഷ്മതലത്തിലേക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഇടപെടാൻ അപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ക്ലാസ് റൂമിൽ പഠന പിന്നോക്കാവസ്ഥയുള്ള കുട്ടികളുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും, ഇതായിരുന്നൊരു. അങ്ങനെയാണ് ഓപ്പറേഷൻ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടാക്കുന്നത്. ഓപ്പറേഷൻ ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് കോഴിക്കോട് കൂടി നിരവധി തവണ കൂടിയിട്ട് ഈ ക്ലാസ് റൂമിനെ പ്രക്രിയ പ്രവർത്തനാധിഷ്ഠിതമാക്കുന്ന അധ്യാപക സഹായം ഉണ്ടായി. അപ്പോൾ ഈ അധ്യാപക സഹായം ഉണ്ടാക്കിയ ആൾ എന്ന നിലയിൽ അത് പരിശോധിച്ച് നോക്കേണ്ട ബാധ്യത നമുക്ക് വരും. നമ്മളത് പരിശോധിച്ചു. അപ്പോൾ തിരഞ്ഞെടുത്ത സ്കൂളിൽ, നമ്മളെ തന്നെ സ്കൂളിൽ പരിശോധിച്ചു. ഇത് സമാന്തരമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഈ സമാന്തരമായി നടക്കുന്ന ഈ അനുഭവം നമ്മളെ മാറ്റുന്നുണ്ട്. അപ്പോൾ തന്നെയാണ് ഈ ക്ലാസ്സിൽ അക്ഷരം അറിയാത്ത കുട്ടികളുണ്ട്, എന്ത് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അക്ഷരപ്പുലരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെള്ളനാട് കേന്ദ്രീകരിച്ചുള്ള രവി മാഷും തുളസി മാഷും എല്ലാം കൂടെ വികസിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് അവരെ പരിശീലനം കിട്ടിയിട്ട് അത് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ, കൂടുതൽ അക്കാദമി മികവിന് വേണ്ടി പരിഷത്ത് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ തന്നെ ഫലമായി നമ്മുടെ പ്രവർത്തന രീതി മുഴുവൻ അങ്ങ് മാറുക. ഈ മാറുമ്പോൾ ഇതൊക്കെ ഒത്തിരി സാധ്യതയുണ്ടായിട്ടും എന്തുകൊണ്ട് സ്കൂളിലേക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നില്ല, അതിൻ്റെ ഒരു അവസരം ആലോചിച്ചിരുന്ന സമയത്താണ് യാദൃച്ഛികമായിട്ട് DPP പ്രോജക്റ്റ് വരികയും ഇങ്ങനെ എന്നെപ്പോലെ അനുഭവ സമ്പത്തുള്ള ഒട്ടേറെ പേർ ഒന്നിച്ചുകൂടി. അപ്പോൾ ഇവിടെ അനുഭവങ്ങളാണ് കേരളത്തിലെ ഈ പാഠ്യപദ്ധതി ഇങ്ങനെയാക്കി മാറ്റുക. അപ്പോൾ വന്നവർക്കെല്ലാം തന്നെ വളരെ സമ്പന്നമായ അനുഭവമാണ്. അത് പാഠ്യപദ്ധതി രൂപീകരണത്തിൽ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ തവണയും നമ്മൾ നടത്തുന്ന ഇടപെടലിൽ കൂടി നമുക്ക് കിട്ടുന്ന വിജയാനുഭവമാണ് തിരിച്ചറിവായിട്ട് മാറും. അത് കൂടുതൽ പ്രചോദിപ്പിക്കുകയും മുമ്പോട്ട് പോകാനും പറ്റും. അതുകൊണ്ട് ഇത് രംഗത്ത് വളരെ മുഴുകി സജീവമായി നിൽക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഒരു ഘട്ടത്തിൽ ഇത് ഭയങ്കര അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയങ്ങളെ പോളിസി ഉണ്ടാക്കുന്നവരെ സംബന്ധിച്ചൊരു വെല്ലുവിളിയായിരുന്നല്ലോ. നാട്ടുകാർ ഇതിനോട് പ്രതികരിക്കുന്ന രീതി, പത്രമാധ്യമങ്ങൾ പ്രതികരിക്കുന്ന രീതി, നമ്മുടെ വിദ്യാഭ്യാസം തകർന്നു എന്നുള്ള മട്ടിലുള്ള പ്രചരണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനോടൊപ്പം നടന്ന ഒരാളെന്ന്
അങ്ങനെയുള്ളൊരു നിലയിൽ അന്ന് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇന്നിപ്പോൾ എത്തി നിൽക്കുന്ന ഒരു സിസ്റ്റം വരെ എത്തിയപ്പോൾ മാഷ് അതിൽ കാണുന്ന പോസിറ്റീവ്സ് അതുപോലെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ഈ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ആ സമയത്തെ ഞാൻ പറയുന്ന കാര്യം, നമ്മൾ ഇപ്പോഴത്തെ സമൂഹം അവരുടെ പഴയ അനുഭവങ്ങളുമായിട്ട് തട്ടിച്ചിട്ടാണ് ഇത് നോക്കേണ്ട കാര്യം. തട്ടിച്ചിട്ട് നോക്കേണ്ട കാര്യം, ഞാൻ പറയാൻ കാര്യം, ഞാൻ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള കുട്ടികളിൽ 33% കുട്ടികൾ പോലും പരീക്ഷയ്ക്ക് ജയിച്ചിട്ടില്ല. 75-ലാണ്. 75 എന്നൊക്കെ പറയുന്ന കേരളത്തിൽ അച്ചടക്കത്തിൻ്റെ വലിയ അന്തരീക്ഷം നിലനിൽക്കുന്ന അടിയന്തരാവസ്ഥയൊക്കെയുള്ള കാലഘട്ടമൊന്നും അത് ജയിച്ചിട്ടില്ല. അതിൽ തന്നെ ഈ എഴുതാനും വായിക്കാൻ അറിയാത്തവരാണ് കൂടുതൽ പേരും. ഈ കോപ്പി അടി വളരെ വ്യാപകമാണ്. എന്തുകൊണ്ടാണ് കോപ്പി അടിക്കുന്നത്? ഈ പേജിൽ പാഠപുസ്തകത്തിലെ ഇത്രാമത്തെ പേജ് തുണ്ട് കീറിങ്ങി വെക്കുക, ആ പേജിലുള്ള അതുപോലെ എഴുതിയാൽ മതി, കാണാൻ പഠിക്കേണ്ട. അപ്പം പകർത്തി എഴുത്താണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കോപ്പിയടി വീരന്മാർ ഇഷ്ടം പോലെ വന്നതെന്ന് പറയുന്നതും ഈ പഠന രീതിയുടെ കുഴപ്പം കൊണ്ടാണ്. അങ്ങനെ 35% പോലും കുട്ടികൾ ജയിക്കാത്ത ഒരു ക്ലാസ് റൂം അനുഭവത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 90-ൽ ഈ DPP വരുന്ന സമയം വരെ 50% മേളിൽ കുട്ടികൾ 10ാം ക്ലാസ് ജയിച്ചിട്ടില്ല. 50% ജയിക്കുക എന്ന് പറഞ്ഞാൽ 210 മാർക്ക് മേടിക്കാം, മിനിമം മാർക്കിലാണ് ജയിക്കുന്നത്. അതിൻ്റെ 210 മേടിക്കുമ്പോൾ തന്നെ മോഡറേഷൻ വേറെയുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഈ കാലാകാലങ്ങളിലെ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ പറ്റി എഴുതിയിട്ടുള്ളവരൊക്കെ തന്നെ നിലവാരത്തകർച്ചയെപ്പറ്റി മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് രേഖ എടുത്താലും നിലവാരത്തകർച്ച കാണാം. 60-കളിലെടുത്തു, 70-കളിലെടുത്തു, എല്ലാവരും പറഞ്ഞിരിക്കുന്ന കമ്മീഷൻ നിയമിക്കുന്നു. അപ്പോൾ അങ്ങനെ നിലവാരത്തകർച്ചയുടെ മൂർധന്യത്തിലാണ് ഈ പാഠ്യപദ്ധതി മുമ്പോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതുവരെ പിന്തുടർന്ന രീതിയിൽ നിന്ന് വലിയൊരു വ്യതിയാനം വരുമ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെടാനെടുക്കുന്ന സമയമുണ്ട്. ഈ പൊരുത്തപ്പെടാനെടുക്കുന്ന സമയത്തിനുള്ളിൽ ആശയപരമായി ഇത് തെറ്റാണ് എന്ന രീതിയിൽ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സമർത്ഥിക്കാൻ കഴിയും. ആ വാദങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ SCERT അല്ലെ അന്നത്തെ SCERTയിലൊക്കെ മുൻ ഡയറക്ടർമാരായിട്ടിരുന്ന ആൾക്കാരടക്കം ഇത് വിമർശനമായിട്ടിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാകും. ജനങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം തെളിവ് വെച്ച് സംസാരിക്കുക എന്നുള്ളത്. ആ തെളിവ് വെച്ച് സംസാരിക്കാനുള്ള സമയം എടുക്കുന്നിടം വരെ ബോധ്യപ്പെടലിൻ്റെ സമയമാണ്. അപ്പോൾ ആ ബോധ്യപ്പെടലിൻ്റെ സമയം അനുവദിച്ചു കഴിഞ്ഞാൽ മാത്രമേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അത് ക്രമേണ സംഭവിക്കുന്ന കാര്യമാണ്. ആ ക്രമേണ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഭാഗമായി പതുക്കെ കേരളീയ സമൂഹത്തിലെ അധ്യാപകർ പഴയ രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളത് അശാസ്ത്രീയമായ ഒരു സമ്പ്രദായമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ബോധതലത്തിലുണ്ടായ മാറ്റം. ഇനി പുതിയ രീതിയിലേക്ക് പൂർണ്ണമായും മാറണമെങ്കിൽ അവരിനി ഒട്ടേറെ സ്വയം നവീകരണത്തിൻ്റെ പാതയിലേക്ക് എത്തിവരും. ഉദാഹരണത്തിന് B.Ed കോഴ്സ് 1 വർഷത്തെ കോഴ്സാണ്. ഈ 1 വർഷത്തെ കോഴ്സിൽ ഈ ടീച്ചിങ് പ്രാക്ടീസും എല്ലാം കഴിഞ്ഞ് ഈ ആശയങ്ങൾ സ്വാംശീകരിച്ചിടുന്നതിൻ്റെ 3-4 മാസം കിട്ടും. ഈ 4 മാസം കൊണ്ടാണ് കേരളത്തിൽ 30 വർഷത്തോളം അധ്യാപനം നടത്തേണ്ട അനുഭവം കിട്ടും. അത് എൻ്റെ ഇതാവും. അപ്പോൾ ഇപ്പോഴാണ് 2 വർഷത്തെ കോഴ്സാക്കി മാറ്റാൻ തീരുമാനിച്ചത്. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇനി അധ്യാപക പരിശീലന കോഴ്സിലൊക്കെ ചെയ്യുന്നതോ പ്രവർത്തനാധിഷ്ഠിതമല്ലാത്ത രീതിയാണ് ഉപയോഗിക്കുക. കാരണം 60-70 പേരെ വെച്ചിട്ടൊക്കെ പഠിപ്പിക്കും. അതിൻ്റെ എല്ലാ അനുഭവത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും കാലക്രമേണ ഈ പുതിയ രീതി ഫലപ്രദമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് വന്നിട്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം ദേശീയ തലത്തിൽ നടത്തുന്ന പഠന റിപ്പോർട്ടുകളാണ്. ഈ NCERT നടത്തിയിട്ടുള്ള മിക്ക പഠനങ്ങളിലും കേരളം മുമ്പിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് 3ാം ക്ലാസ്, 5ാം ക്ലാസ്, 8ാം ക്ലാസ്, 10ാം ക്ലാസ്സിൻ്റെയൊക്കെ റിസൾട്ട് ഈ കഴിഞ്ഞാവണോ? എന്തുകൊണ്ടാണ് കേരളം മുമ്പിൽ നിൽക്കുന്നത്? ഇതിൻ്റെ ഭാഗമായി വന്ന മാറ്റത്തിൻ്റെ അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇനിയും സാധ്യമാണെന്ന് പറയാൻ കാര്യം കുറേയേറെ വിദ്യാലയങ്ങളിൽ ഈ പുതിയ രീതിയിലുള്ള പഠനം നടക്കുന്നില്ല. അപ്പോൾ അത് രീതിയുടെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ രീതിയുടെ കുഴപ്പമല്ല, മറിച്ച് ആ സ്കൂളൊക്കെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1ാം ക്ലാസ് തൊട്ട് ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ പിന്നെ സാറുമാരെ പ്രയാസപ്പെടും, പുതിയ രീതി പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സമ്മർദ്ദം അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അവർ ബോധനശാസ്ത്രപരമായി ശരിയാണെന്ന് തോന്നുന്നു പോലും ശരിയാം വിധം ചെയ്യാൻ അവർക്ക് കഴിയാത്തൊരു അവസ്ഥയിൽ പോകുന്നു. പക്ഷേ ഇത് നന്നായി ചെയ്യുന്നിടത്ത് ഗംഭീരമായ ആശാവഹമായ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം.
പക്ഷെ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതായത് നിലവിൽ കൂടുതൽ ഒരു ട്രബിൾ നടക്കുന്ന ഒരു ഏരിയ ആണല്ലോ നമ്മുടെ ബോധന മാധ്യമം മാതൃഭാഷയാകണം എന്നുള്ള ഒരു കാര്യം. അപ്പം ഈ ശാസ്ത്ര വിഷയങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമേ മലയാളീകരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾക്ക് ചിലപ്പോൾ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ് വാക്കുകളാണെങ്കിൽ ഒരുപക്ഷെ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് മാതൃഭാഷയിൽ പറയുന്നതിനേക്കാൾ എളുപ്പം മറ്റേതാണ് ഉപകാരപ്രദമാകുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ഈ മാതൃഭാഷാ പഠനത്തിലൂടെ ശാസ്ത്ര പഠനം എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടുള്ള മാഷിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ലോകത്ത് ശാസ്ത്രീയ സാങ്കേതിക വിദ്യയെ മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. ജപ്പാനിൽ അവരുടെ മാതൃഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് സാങ്കേതിക വിദ്യയിൽ പിന്നോക്കം നിൽക്കേണ്ട കാര്യമില്ല. ചൈന മാതൃഭാഷയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വിറ്റ്സർലൻഡ് അടക്കമുള്ള എല്ലാ ഫ്രാൻസിൻ്റെ ഒക്കെ ഒരു കാര്യം അവിടുന്ന് ഒരു പ്രതിനിധി കഴിഞ്ഞ വർഷം ഫിലിം ഫെസ്റ്റിവലിന് സംവിധായകൻ വന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഭാഷയിലാണ്. ഇത്തവണ മജീദി വന്നു, അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ടില്ല. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് അവരുടെ ഭാഷ ആശയവിനിമയത്തിന് പര്യാപ്തമാണെന്നുള്ള തിരിച്ചറിവാണ്. അതുകൊണ്ട് ഒട്ടേറെ രാജ്യങ്ങളിൽ മാതൃഭാഷയിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെയുള്ള ശാസ്ത്രമടക്കം എല്ലാം ചെയ്യുന്നത്, മെഡിക്കൽ വിദ്യ, എഞ്ചിനീയറിംഗ്, അവരൊന്നും തന്നെ അവരുടെ സാമ്പത്തിക പുരോഗതിയിലോ വളർച്ചയിലോ സാമൂഹിക വികാസനത്തിലോ പിന്നിലല്ല, ലോകത്തും പിന്നിലല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളായിരുന്ന രാജ്യങ്ങളിൽ മാത്രമേ ഈ ഒരു ആശങ്ക ഉന്നയിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തെളിവുകൾ, ലോകത്തെ തെളിവ് അതാത് പ്രദേശങ്ങളിലെ ഭാഷ ഉപയോഗിച്ചാൽ, ഇംഗ്ലീഷിന് ഇതരമായ ഭാഷ ഉപയോഗിച്ചാൽ കുട്ടിക്ക് ആശയഗ്രഹണം നടത്താൻ കഴിയില്ല എന്നല്ല, കഴിയുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ മറ്റ് പല പരിഗണനകളുടെ പേരിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വേറെ പരിശോധിക്കും. ഇതാണ് ഒരു കാര്യം. ഇനി അടുത്ത ഒരു കാര്യം, മെട്രോയിലടക്കം മദ്രാസ്, ബോംബെ, കൽക്കട്ട, ഡൽഹി അടക്കമുള്ള ടോപ്പ് സ്കൂളിൽ സംബന്ധിച്ച് വിപ്രോ ഒരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു ഫോൺ മെസ്സേജ് വന്നിരിക്കുന്നു. ഈ ഫോൺ മെസ്സേജ് അറ്റൻഡ് ചെയ്തപ്പോൾ അമ്മ അവിടെ ഇല്ല, അമ്മയ്ക്ക് വേണ്ടി ഇതൊരു കുറിപ്പാക്കി എഴുതണമെന്നാണ് 8ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണ്, മെട്രോയിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ. അത്ര ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പ്രത്യേകത അവർ പറയുന്നുണ്ട്, സ്വിമ്മിംഗ് പൂളും കുതിരസവാരിയും അടക്കമുള്ള സ്കൂളുകളാണ്. ഈ കുട്ടികൾക്ക് ആർക്കും തന്നെ ചൊവ്വേ നേരെ ഇത് ഇംഗ്ലീഷിൽ ഈ വന്നൊരു ഹോട്ട് സംഭാഷണം മാറ്റി എഴുതാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്ത് ഇംഗ്ലീഷ് പഠനമാണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ പുസ്തകത്തെ ബേസ് ചെയ്ത് മാത്രം പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ച് ഉത്തരക്കടലാസിൽ എഴുതുന്നതാണ് ഇംഗ്ലീഷ് പഠനമെങ്കിൽ അതവിടെ നടക്കുന്നു. അതല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, ആശയവിനിമയം, ഏത് സ്വതന്ത്ര സന്ദർഭത്തിലും. അതിനുള്ള പ്രാപ്തി ഉണ്ടാക്കുന്നതിന് പകരം മീഡിയം എന്ന രീതിയിൽ പുസ്തക പാരായണത്തിലും ആവർത്തനത്തിലും അധിഷ്ഠിതമായ പഠനം ഇംഗ്ലീഷ് പഠനമാണ് എന്ന് തെറ്റിദ്ധാരണയാണ് നമുക്കുണ്ടാക്കുക. അത് ഗുണകരമല്ല എന്നാണ് ഞാൻ. ഇപ്പം മാഷ് കരുതുന്ന, ഇപ്പം നമ്മൾ ശാസ്ത്ര വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞു, ശാസ്ത്ര വിഷയങ്ങളിൽ നിലവിലുള്ള അധ്യാപന രീതിയെക്കുറിച്ചിട്ട്, അത് കുട്ടികൾക്ക് എപ്പോഴും മാത്സും സയൻസും എന്ന് പറയുമ്പോൾ ഇപ്പോഴും പേടിയാണല്ലോ. മിക്കവാറും കുട്ടികൾക്ക് സ്കോർ ചെയ്യുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ്. അപ്പോൾ സയൻസിലും മാത്സിലും കുട്ടികൾക്ക് നിലനിൽക്കുന്നൊരു പേടി മിക്കവാറും എല്ലാവരും അധ്യാപകരുടെ പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ അധ്യാപന രീതി ശാസ്ത്രത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? കുഞ്ഞു ക്ലാസ്സിൽ അതെങ്ങനെ നടത്താൻ പറ്റും? നമ്മൾ ശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അത് ചോദ്യങ്ങളിൽ നിന്നാണ് ശാസ്ത്രം ഉണ്ടാകുന്നത്. ഇപ്പോൾ ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ദിവസം ഒരു 11:30 ആയപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു ടീച്ചർ വിളിച്ചു, സാറേ ഒരു പ്രശ്നമുണ്ട്, സഹായിക്കണം. ഞാൻ ചോദിച്ചാൽ എന്താ? ഞാൻ ക്ലാസ്സിൽ നിൽക്കുകയാണ്, മത്സ്യത്തിൻ്റെ അനുകൂലനത്തെ പറ്റിയാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജലത്തിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീര പ്രത്യേകതയാണ് മത്സ്യത്തിനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. മത്സ്യം ചെകിളപ്പൂക്കൾ വഴിയാണ് ശ്വസിക്കുക, മത്സ്യത്തിന് ശ്വാസകോശമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, അങ്ങനെയാണ് ടീച്ചറെ മത്സ്യത്തിന് ഹൃദയമുണ്ടോ? എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാൻ ചോദിച്ചു, ടീച്ചർ ഇത്രയും നാൾ മത്സ്യത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ? ഉണ്ട്, മുറിച്ച് നോക്കിയിട്ടുണ്ട്, ഹൃദയം കണ്ടിട്ടില്ല. അപ്പോൾ എന്താ സംഭവം? ഈ കുട്ടി ചോദിച്ചതിന് മത്സ്യത്തെ സംബന്ധിച്ച് പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അതിൻ്റെ ചെകിളപ്പൂക്കൾ, ചിറകുകൾ, വാൽച്ചിറക്, അതിൻ്റെ ഇത്രയും കാര്യങ്ങൾക്കപ്പുറം മത്സ്യത്തെ സംബന്ധിച്ച് ഒരു ചോദ്യവും ഈ ടീച്ചറുടെ ചിന്തയൊന്നും ഉണ്ടായിട്ടില്ല ഇതിനായിട്ട്. കാരണം ടീച്ചറെ പഠിപ്പിച്ചത് അങ്ങനെ. പക്ഷേ കുട്ടി വ്യത്യസ്തമായി ചോദിക്കുന്നത് പുതിയ രീതി വന്നപ്പോൾ കുട്ടികൾ സംശയം ചോദിക്കും.
അപ്പോൾ ഞാൻ ചോദിച്ചത് ടീച്ചർക്ക് അറിയത്തില്ല, ഒരു ജീവനുള്ള മത്സ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വലിയൊരു മത്സ്യത്തിൻ്റെയോ ഹൃദയത്തെപ്പറ്റി അന്വേഷിക്കാൻ കഴിച്ചില്ല. ഞാൻ പിന്നെ അന്നേരം തന്നെ യൂട്യൂബിൽ നിന്ന് ഒരു ലിങ്ക് കൊടുത്ത് ടീച്ചർ അത് പരിഹരിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം, ടീച്ചർ ചോദിച്ച ചോദ്യം, ശ്വാസകോശമില്ലെങ്കിൽ മൂക്ക് വേണ്ടല്ലോ, മത്സ്യത്തിന് മൂക്കുണ്ടോ? അത് ചോദ്യങ്ങൾ വരികയാണ്. ഈ ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട. ഈ ചോദ്യങ്ങൾ ചോദിക്കാതെ അവസരമൊരുക്കാതെ ഈ ക്ലാസ് റൂമിൽ ശാസ്ത്രം പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഈ അടിസ്ഥാനപരമായി കുട്ടിയുടെ മുമ്പാകെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം കൊടുക്കുക. എങ്ങനെയാണ് ചോദ്യം ഉന്നയിക്കുക? ഇതാണ് പ്രശ്നം. ഇപ്പം ഞാൻ അധ്യാപകരുടെ സമൂഹത്തിൽ ചോദിച്ച ഒരു സ്പോഞ്ച് എടുത്തു, ആ സ്പോഞ്ച് എടുത്ത് നിറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു തളികയെ വെച്ചു. വേറൊരു സ്പോഞ്ച് വെള്ളമില്ലാത്ത എടുത്തിട്ട് വെള്ളമുള്ള ഒരു തളികയെ വെച്ചു. വെള്ളമുള്ള തളികയിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ജലം താഴ്ന്ന വിധാനത്തിലേക്ക് ഉയരുമെന്നാണ്, ഒഴുകിപ്പോകുന്ന. ഇവിടെ ജലത്തിൻ്റെ വിധാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് കുട്ടി ചോദിക്കണം. അപ്പോൾ എന്തുകൊണ്ട് ചോദിക്കണമെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന സന്ദർഭം ക്രിയേറ്റ് ചെയ്യണം. ഈ സന്ദർഭം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി അതിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പോട്ട് പോകും. അതാണ് ശാസ്ത്ര പഠനത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ശാസ്ത്ര പഠനം ഇന്നത്തെ രീതിയിൽ പോകുന്നതിന് പകരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താനുള്ള കൂട്ടായ അന്വേഷണമാക്കി മാറ്റുകയാണ് വേണ്ടത്. മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ സീലിംഗ് ഫാനും പെഡസ്റ്റൽ ഫാനും ഉണ്ട്. അപ്പോൾ ഈ പെഡസ്റ്റൽ ഫാന് എല്ലാ വശത്തോട്ടും കറങ്ങിക്കൊണ്ടിരിക്കും. സീലിംഗ് ഫാൻ ഒരു വെള്ളത്തിൽ നിന്ന് കേട്ടാൽ എല്ലായിടത്തും കാറ്റ് വരും. എന്താ ഇതിൻ്റെ മെക്കാനിസം? ഫാനിൻ്റെ എന്തൊരു നമ്മളത് ചോദിക്കുന്നത്, നമ്മുടെ മുമ്പിൽ ആ ചോദ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഫാനിൻ്റെ മുകളിൽ നിന്ന് വായു എങ്ങനെയാണ് കാറ്റായി നമ്മുടെ താഴെ വന്നത്. നമ്മൾ വായു പ്രവാഹത്തെപ്പറ്റി പറയും. ഒരു കുട്ടിക്കും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം വിശദീകരിക്കാൻ പറ്റുന്നില്ല. ഇത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ശാസ്ത്രം വിശദീകരിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് പറ്റും. നിങ്ങൾ റെയിൽവേ യാത്ര ചെയ്തിട്ടുണ്ടാവും. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റ് നമ്മളിരിക്കുന്നു. കമ്പാർട്ട്മെൻറ്റ് ഇരിക്കുമ്പോൾ കുറേ പിള്ളേർ മേളിൽ കയറിയിരിക്കും. എന്തിനാ മേളിൽ കയറി ഇരുന്നിട്ട് ശേഷം ആദ്യം അവർ ചെയ്യുന്ന ഈ ചെരുപ്പ് ഊരിയിട്ട് ഫാനിൻ്റെ മുകളിൽ കൊണ്ടുവെക്കും. അപ്പോൾ ഈ ഫാനിൻ്റെ മുകളിൽ ചെരുപ്പ് വെച്ചാൽ അവരുടെ ചെരുപ്പ് സുരക്ഷിതമായി എന്നതിനപ്പുറം ഫാനിൻ്റെ ധർമ്മം അപകടത്തിലായെന്ന് തിരിച്ചറിയവർക്കില്ല. കാരണം ഇത് ശാസ്ത്രബോധമില്ലാതെ പഠിച്ചതിന് കുഴപ്പമാണ്. ഫാൻ എങ്ങനെയാണ് കാറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് അറിയാതെ പഠിപ്പിക്കുന്നതിന്. ഇങ്ങനെയുള്ള കുട്ടികൾ അശാസ്ത്രീയമായി പെരുമാറാൻ പരിശീലിപ്പിക്കുന്നത് ക്ലാസ് റൂം പഠനത്തിൽ ശാസ്ത്രീയമായ വിശകലനം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നിലവിലുള്ള എല്ലാ ശാസ്ത്ര പാഠപുസ്തകങ്ങളെയും പഠന രീതി അധ്യാപകർ തന്നെ സ്വയം പരിശോധിക്കണം. ഞാൻ ശാസ്ത്രത്തിൻ്റെ രീതി തന്നെയാണോ ചെയ്യുന്നത്? ഒരു പ്രശ്നം അനുഭവിക്കുന്നു, പ്രശ്നം വിശകലനം ചെയ്തു, കൂട്ടായ കണ്ടെത്തലെന്ന് അതിലേക്ക് എത്തിച്ചേരും. ഈ കണ്ടെത്തൽ നേരത്തെ ഉള്ളവർ നടത്തിയിട്ടുണ്ടാവും, പക്ഷേ ചോദ്യം കുട്ടിയുടെ മുമ്പിൽ ആദ്യം തന്നെ വരുന്നതാണ്. അപ്പോൾ ആ ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്ര പഠനത്തിലെ ഏറ്റവും പ്രധാനം. ഇത് ഒട്ടേറെ അധ്യാപകരുടെ മുമ്പിലുള്ള പ്രശ്നം. അത് വേറൊരു ഉദാഹരണം പറയാം. ഞാൻ 8ാം ക്ലാസ്സിൽ പരിശീലനം നടക്കുന്നത്, അധ്യാപകർക്കുള്ള പരിശീലനം നടക്കുന്നത് ആലപ്പുഴ ആണ് നാഴ്ചയിൽ. അപ്പോൾ വളരെ പ്രസിദ്ധമായ ഒരു പരീക്ഷണം അവർ നടത്തുകയാണ്. ഞാനൊക്കെ ചെയ്തതാണ്. ഒരു പാത്രത്തിലേക്ക് ഒരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ടംബ്ലർ വെച്ച് അടയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കെട്ടുപോയി. അപ്പോൾ ടീച്ചർ ചോദിക്കുന്നത് എന്തുകൊണ്ട് കെട്ട്? ഇത് കത്താൻ എന്ത് വേണം? ഓക്സിജൻ വേണം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഓക്സിജൻ കത്തിയെടുത്ത് അതുകൊണ്ട് അത്രയും ഭാഗത്തേക്ക് വെള്ളം വരുന്നു. നമ്മൾ വിശ്വസിച്ചു. ഇത് വിശ്വാസമാണ്. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചറെ, ഒരു വാതകം കത്തിത്തീരുമ്പോൾ മറ്റൊരു വാതകം ഉണ്ടായല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ടീച്ചർ പറഞ്ഞ് ഓക്സിജൻ തീർന്നു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മനസ്സിൽ അത്രയുള്ള ശൂന്യം വേണ്ട, മറിച്ച് മറ്റൊരു വാതകം ഉണ്ടായല്ലോ, അപ്പോൾ നേരത്തെയുള്ള ഓക്സിജൻ്റെ അത്രയും അളവ് കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലയോ? എങ്ങനെ വിഷയം? അപ്പം ടീച്ചർക്ക് പ്രശ്നമായി. വീണ്ടും ഞാൻ ചോദിച്ചു, ടീച്ചറെ, മെഴുതിരി കത്തിച്ച് വെച്ചിരിക്കുക, അപ്പോൾ ചൂടാകുമ്പോൾ വാതകം വികസിക്കും. വായു വികസിക്കും, ഉറപ്പാണ്. വായു വികസിക്കുന്നതിന് ഭാഗമായി വെള്ളം താഴോട്ട് തള്ളും. പിന്നെ ആ തള്ളിപ്പോയതിന് ശേഷം വായു സങ്കോചിക്കുന്നതാണോ പ്രശ്നം? അത് ഉയർച്ചയ്ക്ക് കാരണമാവും. 3, ഇതിൻ്റെ അകത്ത് ഓക്സിജൻ കത്തിത്തീർന്നു എന്ന് പൂർണ്ണമായും ടീച്ചർക്ക് വിശ്വസിക്കാൻ പറ്റും. കാരണം തിരിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചിട്ടാണ് തിരി കെട്ടുപോയത്. അപ്പോൾ ആ പ്രശ്നം, അപ്പോൾ പൂർണ്ണമായ ഓക്സിജൻ അതിൻ്റെ അകത്ത് തീർന്നിട്ടില്ല. ഈ ടീച്ചർക്ക് അറിയത്തില്ല. 4 കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിക്കുന്ന വാതകമാണ്. അതുകൊണ്ട് ഏത്
സാഹചര്യത്തിലാണ് വെള്ളത്തിൽ ലയിക്കാതിരിക്കുക എന്നുള്ള കുട്ടിയോട് പറയും. ഇങ്ങനെ 4-5 ചരങ്ങളിരിക്കുമ്പോൾ ഈ ചരങ്ങളുമായി ബന്ധപ്പെട്ട വിശകലനം നടത്താതെ ഏകപക്ഷീയമായി ഒരു വിശ്വാസം പോലെ ശാസ്ത്രതത്വത്തെ അടിച്ചേൽപ്പിച്ച അത് ശാസ്ത്രത്തിൽ കുട്ടിയെ ഒരു വിജ്ഞാനത്തിൻ്റെ ശകലത്തിൽ പരീക്ഷയ്ക്കുത്തരം എഴുതാവുന്നതല്ല. കാര്യം ഇത്രയുള്ള പുതിയ ചോദ്യങ്ങൾ, വിശകലനാത്മകമായ ചോദ്യങ്ങൾ, ശാസ്ത്രീയമായ ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാതെ പകച്ചു പോകുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വിശകലന രീതിയിൽ കൂടെ അതിൻ്റെ വ്യാപ്തി പരിശോധിച്ച് അപാകതകളില്ലാത്ത അറിവ് നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയയിൽ കൂടി കുട്ടി നടത്തണം. അത്ര ഒരു തോന്നലുണ്ടാകണമെങ്കിൽ ടീച്ചർമാർ ഇത്രയും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണോ ശരി എന്ത് പരിശോധിക്കുകയും വേണം. ആ പരിശോധനയുടെ അഭാവം ശാസ്ത്ര പഠനത്തെ വലിയ തോതിൽ ബാധിക്കും. ഇപ്പോൾ ശാസ്ത്ര പഠനം എന്ന് തന്നെയല്ല, മൊത്തത്തിൽ നമ്മുടെ ടീച്ചിങ് പെഡഗോഗി അത് കുഞ്ഞു കുട്ടികൾക്ക് സാരമായി ബാധിക്കുന്ന കാര്യമാണല്ലോ. അപ്പം കുട്ടികൾ തനിയെ പഠിക്കുന്നവരാണോ? കുട്ടികളെ നമ്മൾ എയ്ഡ് ചെയ്യേണ്ടതുണ്ടോ? എയ്ഡ് ചെയ്യണമെങ്കിൽ എവിടെ വരെ? ഒരു ട്യൂട്ടർ, ഒരു ട്രെയിനർ, ഒരു ഫാക്കൽറ്റി, ഒരു ടീച്ചർ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഏത് വിധത്തിലാണ് അത് പ്രീ പ്രൈമറി ക്ലാസ്സിലും UP ക്ലാസ്സിലും ഒക്കെ ഉണ്ടാവുക? ഓക്കെ, ഇപ്പോൾ പ്രീ പ്രൈമറിയുടെ ഒരു അനുഭവം പറയാം. ഒരു ടീച്ചർ മലപ്പുറത്താണ്. ഒരു ടീച്ചർ വാഹനത്തെ പറ്റി പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ടീച്ചർ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ ഇരുന്ന ഒരു സൈക്കിൾ കൊണ്ട് ക്ലാസ്സിൽ കൊണ്ടുവച്ചു. എന്നിട്ട് സൈക്കിളിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ട്, അപ്പോൾ പിള്ളേർ വന്ന് ബെല്ലടിക്കുന്നു. അത് ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചു, ടീച്ചറെ സൈക്കിളിൻ്റെ ചക്രത്തിൻ്റെ കട്ടി കുറവാണ്, വീതി കുറവാണ്, പക്ഷേ കാറിനൊക്കെ വീതി കൂടുതലാണ്, എന്താ ടീച്ചറെ കാര്യം? അപ്പോൾ ഈ കുട്ടിയുടെ മുമ്പ് ഇത് വരികയെന്നപ്പോഴാണ് കുട്ടി ചോദിച്ചത്, അപ്പോൾ എന്തിനാണ് സൈക്കിളിന് മാത്രം ഇത്രയും കമ്പി? അപ്പോൾ ടീച്ചർക്ക് അതുവരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യമാണ് കുട്ടികൾ. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുന്നത് 2 വയസ്സ് തൊട്ട് കുട്ടിയുടെ പ്രകൃതം ചോദ്യങ്ങൾ ചോദിക്കലാണ്. കൂടുതൽ അത് മനുഷ്യ സഹജമാണ്, ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ചോദ്യം ചോദിച്ച് വരുന്ന പ്രായത്തിലുള്ള കുട്ടിയെ അതാണ് ആ കുട്ടിയെ ചോദ്യം ചോദിക്കാനാകാത്ത തരത്തിലാക്കുന്നത്. എന്താ പറയുക, ചോദ്യം ചോദിക്കണമെങ്കിൽ മലയാളത്തിൽ ചോദിക്കണം ഈ കുട്ടി. അപ്പം മലയാളം നിഷേധിച്ച ഇത്തരം ഉണ്ടാവും ഇല്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠനത്തിൻ്റെ അനുഭവം നടക്കുന്ന പ്രീ സ്കൂൾ അടക്കമുള്ള കാര്യങ്ങളിൽ കുട്ടിക്ക് താരതമ്യം ചെയ്യാനും അനുഭവത്തിലൂടെ വിശകലനം ചെയ്യാനും അറിവ് രൂപപ്പെടുത്താനും കഴിയും. അതിനുള്ള അവസരമൊരുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ അവസരമൊരുക്കുക എന്ന് പറയുന്നതിൻ്റെ കാര്യം ഉദാഹരണമായിട്ട് കുറേ കട്ട ഇങ്ങനെ മൂളി വെക്കുന്നു. അപ്പോൾ ഏറ്റവും ചെറിയ കട്ട താഴെ വെച്ചിട്ട് അതിനെ മുകളിൽ വലിയ കട്ട വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. ഇത് കുട്ടിയോട് മറ്റു കാര്യം കുട്ടി അനുഭവത്തിൽ നിന്നൊരു നിഗമനത്തിലെത്തുക. അതുപോലെ ആ പ്രായത്തിൽ വളരെ പ്രധാനപ്പെട്ട അറിവാണ്. അപ്പോൾ ആ പ്രധാനപ്പെട്ട അറിവുകൾ തന്നെയാണ് അനുഭവത്തിലൂടെ കുട്ടി അവിടെ ചെയ്യുന്നത്. അവിടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി എത്തുന്ന തിരിച്ചറിവുകളാണ്. അതുകൊണ്ട് പ്രീ സ്കൂൾ മുതൽ കുട്ടി ജനനം തൊട്ട് തന്നെ ഇതാ സംഭവിക്കുന്നത്. അമ്മയെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ തിരിച്ചറിയുന്നതൊക്കെ തരംതിരിക്കലാണ്. അപ്പോൾ തരംതിരിക്കൽ എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ടാണ് ബ്രൂണർ പറഞ്ഞത് ക്ലാസിഫിക്കേഷനാണ്, വർഗീകരണമാണ് ലേണിംഗ് എന്ന്. ഒന്ന് എന്താണെന്ന് പറയുമ്പോൾ എന്തല്ല എന്ന് പറയണം. ഇത് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടി നമ്മൾ ദോശ വേണമെന്ന് പറയുമ്പോൾ ചപ്പാത്തി കൊടുത്താൽ കുട്ടി പറയുക ദോശയല്ല എന്ന് പറയുന്നതെങ്കിൽ ചപ്പാത്തിയുടെ സവിശേഷതകളും ദോശയുടെ സവിശേഷതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതല്ല എന്ന് പറയാനുള്ള ആന്തരികമായ ജ്ഞാനത്തിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നു. അതുകൊണ്ട് കുട്ടിയുടെ ഓരോ പ്രകടനത്തിൽ നിന്നും കുട്ടി അറിയേണ്ട കാര്യം സ്റ്റൂളാണോ മേശയാണോ എന്ന് ചോദിച്ചാൽ സ്റ്റൂൾ ചൂണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ സ്റ്റൂളും മേശയും തമ്മിലുള്ള സവിശേഷതകൾ തിരിച്ചറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ കുട്ടി മുഴുവനായിട്ട് എല്ലാ വിഷയത്തിലും ഈ ശാസ്ത്രീയമായ ചിന്താരീതി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ക്ലാസ്സിലും ബാധകമാണ്. കുട്ടി അറിവ് നിർമ്മിക്കുന്ന കുട്ടിയാണ്. അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയിൽ അച്ഛനും അമ്മയും കുടുംബത്തിൽ എങ്ങനെയാണോ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് പ്രോത്സാഹിപ്പിച്ച് അതിനെ കുറച്ചുകൂടെ ചിട്ടപ്പെടുത്തിയ രീതിയിൽ കൂളി നടത്തുന്നുണ്ട് എന്നതാണ് അതിൻ്റെ മാറ്റം. മാഷിപ്പോൾ ഒരു ഗവേഷണ പദ്ധതിയിലൂടെ കടന്നുപോയി. മാഷ് ഒരു ഗവേഷണം നടത്തി. അതിൻ്റെ അകത്ത് കുട്ടികളുടെ ഭാഷ പഠനം എങ്ങനെയാണ് പുതിയ പാഠ്യപദ്ധതിയും പുതിയ രീതിയും വന്നപ്പോൾ മാറി. അപ്പോൾ മാഷിൻ്റെ കണ്ടെത്തലുകൾ അവിടെ എങ്ങനെയായിരുന്നു? അവിടെ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം ഈ കേരളത്തിലെ 7 ജില്ലകളിൽ തിരഞ്ഞെടുത്ത 240ഓളം സ്കൂളുകളിലെ 2 ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരമാണ് പരിശോധിച്ചത്. അപ്പോൾ ഈ 2 ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം പരിശോധിക്കാൻ നമ്മൾ പുതിയൊരു സന്ദർഭം കൊടുത്തു കിട്ടും. ആ സന്ദർഭം മറ്റൊന്നും ടീച്ചർമാരെ പരിശീലിപ്പിക്കാൻ പാടില്ല. അന്നേ ദിവസം ഈ കുട്ടികൾക്ക് ടാസ്കിലോട്ട് ചെയ്യുകയാണ്.
അപ്പോൾ ഒരു സംഭാഷണം എഴുതണം, ഒരു വിവരണം എഴുതണം. ഇതാണ് കാര്യം. എന്നിട്ട് ഇത് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഒരു സ്വീകരിച്ച രീതി. ഈ പരിശോധിച്ചപ്പോൾ ഈ പറയുന്ന കുട്ടികളൊക്കെ തന്നെ മികച്ച നിലയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ നൂതനമായ ഒരു സന്ദർഭത്തിൽ ഇത്തരം മലയാളത്തിൽ മാതൃഭാഷയിലാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അവിടുത്തെ ടീച്ചർമാരുടെ ടീച്ചിങ് നോട്ട്, ക്ലാസ് ഒബ്സർവേഷൻ ഇതെല്ലാം നോക്കി. അപ്പോൾ എത്ര ശതമാനം ടീച്ചർമാർ ഈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള പൊരുത്തം, അതായത് ക്ലാസ് റൂമിൽ കുട്ടികളുടെ റിസൾട്ട് ഉണ്ടായ മാറ്റവും ക്ലാസ് റൂമിൽ ടീച്ചർമാർ പിന്തുടരുന്ന പ്രക്രിയ, ഇത് തമ്മിൽ വളരെ പോസിറ്റീവായ ബന്ധമുണ്ടെന്നാണ് കണ്ടത്. അതുകൊണ്ട് എവിടെയൊക്കെയാണോ മോശം പെർഫോമൻസിലുള്ളത് ആ സ്കൂളിലെ ടീച്ചർമാരുടെ ടീച്ചിങ് നോട്ടും ആസൂത്രണത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരിക്കലുമൊക്കെ ധാരണ ഇതാണ്. ഇനി കൺസ്ട്രക്റ്റിസ്റ്റ് പെഡഗോജിയെ സംബന്ധിച്ച് സാമൂഹിക നിർമ്മിതിവാദത്തെ അനുസരിച്ച് അവരുടെ ധാരണ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് 10 ചോദ്യങ്ങൾ ചോദിച്ചു. 10 സൂചകങ്ങളാണ്. ഈ സൂചകങ്ങൾ നിങ്ങൾ ഏതിനോടൊക്കെ യോജിക്കുന്നു എന്നാണ് ചോദിച്ചത്. അപ്പം ഈ 3 സൂചകങ്ങൾ മാത്രമാണ് സാമൂഹിക നിർമ്മിതിവാദത്തിൻ്റെ ഉള്ളത്, 3 പ്രസ്താവനകൾ. ആ 3 പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത അധ്യാപകരുടെ ക്ലാസ് റൂമിലെ കുട്ടികളുടെ റിസൾട്ടും കമ്പയർ ചെയ്ത് വളരെ പോസിറ്റീവ്. അപ്പോൾ എവിടെയൊക്കെ ധാരണ നന്നായിട്ടുണ്ട്, ആ ധാരണ എവിടെയൊക്കെ ക്ലാസ് റൂം പ്രക്രിയ നന്നായി, ഇത് 3ഉം കൂടെ പരിശോധിച്ചിട്ടാണ് നമ്മൾ നിഗമനത്തിൽ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം അടുത്ത ചോദ്യം വിശകലനം, ടീച്ചർമാർ എത്ര പരിശീലനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പരിശീലനത്തിൽ പങ്കെടുത്തു, ധാരണ രൂപീകരിച്ചു, ക്ലാസ് റൂം പ്രയോഗം, കുട്ടികളുടെ ഉൾപ്പെടെ ഈ 4ഉം കൂടെ ബന്ധിപ്പിച്ചപ്പോൾ ഇത് 4ഉമാണ് ബന്ധം. അതുകൊണ്ട് ഈ പരിശീലനം അറിവ് നിർമ്മാണത്തിൻ്റെ പ്രക്രിയയിൽ അധ്യാപകനിലുണ്ടാവേണ്ട ധാരണ തന്നെ അതാണ് പ്രക്രിയയുടെ ഫലമായി ക്ലാസ്സിൽ പ്രയോഗിച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റം. ഇതാണ് ആ പഠനത്തിൽ കൂടെ കണ്ടെത്തി. ഈ 4 ഘടകങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ് അന്ന് നടത്തി. പക്ഷേ ഇപ്പം അധ്യാപകർ ഒരുപാട് വർഷം ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഭാഷയിലാണോ അത്? എല്ലാ വിഷയത്തിലും പോയി. അപ്പം ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഡയറക്റ്റ് റെസ്പോൺസും അതിനുശേഷം ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോയി കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും തമ്മിൽ ട്രെയിനിങ് കൊടുത്ത ഒരാളെന്നുള്ള നിലയിൽ മാഷ് അതിനെ എങ്ങനെ വിലയിരുത്തും? അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ഒരു പരിമിതി എന്ന് ചോദിച്ചാൽ ഈ കുട്ടികളെ വെച്ച് ക്ലാസ് എടുത്ത് കാണിക്കുന്നില്ല. അത് ഈ സിമുലേഷൻ രീതിയിലാണ് ചെയ്യുക. അധ്യാപകരെ കുട്ടികളെ സങ്കല്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് ബോധ്യപ്പെടലിൻ്റെ അഭാവം. ഈ ബോധ്യപ്പെടലിൻ്റെ അഭാവം എങ്ങനെയാണ് പരിഹരിക്കുക? ഇതാണ് നമ്മൾ നേരിടുന്നത്. ഞാൻ കട്ടപ്പന ടൗണിലുള്ള ഒരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഈ പരമ്പരാഗത രീതിയിൽ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ തെളിവുകളാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചറെ കുട്ടികൾ എങ്ങനെയുണ്ട്? ആ കുട്ടികൾ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാനൊരു മണിക്കൂർ നേരം അവരെ ഒന്ന് പഠിപ്പിക്കട്ടെ. അവിടെ നിന്ന് പെർമിഷൻ മേടിച്ചിട്ട് ഞാനൊരു മണിക്കൂർ നേരം പഠിപ്പിച്ചു. അപ്പോൾ ഈ കുട്ടികൾ ഇങ്ങനെ എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ടീച്ചർ വന്ന് എന്നോട് പറഞ്ഞു, സാറേ പുറകെ ഇരിക്കുന്ന കുട്ടികൾ എഴുതുന്നില്ല. നേരത്തെ ഈ കുട്ടികൾ ആരും എഴുതത്തില്ല എന്നുള്ള സങ്കല്പത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പുറകെ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്ത് എന്നും സഹായിക്കുകയും അവർ വരികയും ബോർഡിൽ അപ്പോൾ സഹായത്തോടെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഉള്ള മാറ്റം ടീച്ചർ തന്നെ സ്റ്റാഫ് റൂമിൽ അവതരിപ്പിക്കണം. അപ്പോൾ ടീച്ചർ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തതെന്നും കുട്ടികൾ എഴുതിയെന്നും വായിച്ചെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചർമാരോട് പറഞ്ഞു, ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ ടീച്ചർ എന്നോട് പറഞ്ഞു, പുറകെ ഇരിക്കുന്ന കുട്ടികൾ എഴുതുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ പഠിക്കാനറിയാത്ത കുട്ടികളെ പുറകെ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. അത് ഞാനല്ലോ മാറ്റേണ്ടത്, നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന ഒരു സംഭവമായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കുണ്ടാകുന്ന തിരിച്ചറിയാൻ ഞാൻ ചെയ്ത് ടീച്ചർ കണ്ടു, ഇനി നിങ്ങൾ ഇങ്ങനെ പോവുക. അപ്പോൾ അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചർ പറഞ്ഞു, സാറേ ആ ക്ലാസ്സിനേക്കാൾ ഞാൻ പഴയ രീതിയിലാണ് പഠിപ്പിക്കുന്നത്, ആ ക്ലാസ്സിനേക്കാൾ വളരെ നന്നായിട്ട് എൻ്റെ കുട്ടികൾ ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ടീച്ചറും ചെയ്യുന്ന അവിടെ മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളം ക്ലാസ് ഉണ്ട്, ഒരേ രീതിയിലാണ് പഠിപ്പിക്കുന്നത്, എൻ്റെ കുട്ടി നന്നായിട്ട്. ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ നമുക്ക് നോക്കാം, ടീച്ചർ ഞാൻ ഇവിടെ ചെയ്ത ക്ലാസ് തന്നെ അവിടെ ചെയ്യും. അപ്പോൾ ഒരു കഥയുടെ രൂപത്തിലാണ് വരുന്ന. ഒരു കുട്ടി വനത്തിൽ കൂടെ പോവുകയും വഴിതെറ്റുകയും അവസാനം ഒരു പാമ്പ് വരികയും ഇങ്ങനെ കുട്ടി എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു നിർണായക സമയത്ത് കുട്ടികൾ എഴുതണം. ആദ്യം കഥ പറഞ്ഞ് കുട്ടികളല്ലേ. ഞാൻ ഇതെല്ലാം പറഞ്ഞ് ഈ എഴുത്തിൻ്റെ സന്ദർഭം വന്നപ്പോൾ പുതിയ സ്വതന്ത്രമായി എഴുതണ്ട. ഈ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ എല്ലാ കുട്ടികളും അന്തിച്ചവിടിരിക്കുകയാണ്. ഈ ടീച്ചറുടെ മുഖം കറുത്ത് കരിവാളിച്ചു. അവസാനം 4 കുട്ടികളാണ് എഴുതിയത്. ബാക്കി കുട്ടികൾക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാനപ്പോൾ പറഞ്ഞു, ടീച്ചറെ വിഷമിക്കുമോ, ഞാൻ അടുത്ത ക്ലാസ്സിൽ പോകാം. പിന്നെ വൈകിട്ട് വീണ്ടും കൂടിക്കഴിഞ്ഞപ്പോൾ ആ ടീച്ചറോട് പറയാൻ പറഞ്ഞു എന്താ സംഭവിച്ചത്. ആ ടീച്ചർ പറഞ്ഞു, കുട്ടികളെ ഞാൻ പഠിപ്പിച്ചതൊക്കെ അവരെഴുതും എന്ന് പറഞ്ഞാൽ
പുസ്തകത്തിൽ എക്സർസൈസ് എന്ന രീതിയിലല്ല, ഇതുപോലുള്ള പ്രവർത്തനം ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞ് സ്വതന്ത്രമായ പ്രവർത്തനം കൊടുക്കാണ്ട് രണ്ടിടത്തും ചെയ്യാൻ ചെയ്ത് മറ്റേ കുട്ടികൾ, മലയാളം മീഡിയത്തിലെ കുട്ടികൾ ഒന്നുകൂടെ നന്നായി എഴുതി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്വീകരിക്കും. അപ്പോൾ ഈ എവിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പലയിടത്തും ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ടീച്ചർമാർക്ക് സംശയമുണ്ടെങ്കിൽ ക്ലാസ് എടുത്ത് കാണിക്കുക. അപ്പോൾ ആ ക്ലാസ് എടുത്ത് കാണിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ആസൂത്രണം നടത്തേണ്ടി വരും. ഒരു പീരീഡിൻ്റെ ഒരു ആസൂത്രണം നടത്തിയിട്ട് ക്ലാസ് എടുത്ത്. അപ്പം നമ്മൾ അല്ലാതെ നിങ്ങൾ ഇന്നത് ചെയ്യുന്നില്ല എന്നുള്ളത് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ചെയ്ത് അവർക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുണ്ടാകും. ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു അക്കാഡമിക് ടീം കേരളത്തിൽ ഉണ്ടായാൽ പകുതി പ്രശ്നം അവസാനിക്കുക. അതുകൊണ്ട് നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകനായി നിൽക്കുക, അവരോടൊപ്പം വർക്ക് ചെയ്ത കുട്ടികളെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്യുക, ഇതിലൂടെ മാറ്റമുണ്ടാകും. ഇപ്പം ഈ ഒരു സാധ്യത ഡയറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുമായിട്ട് ഡയറക്റ്റ് കാണാൻ അല്ലെങ്കിൽ ഇടപെടാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നിലവിൽ ആ സാധ്യത ഇപ്പം കുറവാണെന്നാണല്ലോ ഇപ്പം നിലവിലുള്ള വർക്ക് സ്പേസിൽ. ഇപ്പോഴും പോയി കുട്ടികളായിട്ട് ഇടപഴകുകയോ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ എക്സ്പീരിയൻസിന് എങ്ങനെയാണ് മാഷ് കാണുന്നത്? വളരെ ചെറിയ കുട്ടികളെ തൊട്ട് മാഷ് UP വരെയുള്ള എല്ലാ ക്ലാസ്സിലെ കുട്ടികളെ ചെയ്യും. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ കുട്ടികൾ അടിസ്ഥാനപരമായി പഠിക്കുന്നവരാണ്, പഠനത്തിന്റെ രീതി ഒന്നും തന്നെയായതുകൊണ്ട് ആ പ്രശ്നമില്ല. ആ പഠനത്തിന്റെ രീതിയെ മാഷ് എങ്ങനെ മനസ്സിലാക്കുന്നത്? കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതിനെ മാഷ് ഞാൻ പറയാം. അപ്പോൾ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു കുട്ടികൾക്ക് യാത്രാവിവരണം തയ്യാറാക്കാൻ പ്രയാസമാണ്. അപ്പോൾ യാത്രാവിവരണം തയ്യാറാക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ അവരുടെ ഓണപരീക്ഷയുടെ റിസൾട്ട് വെച്ച് നോക്കിയിട്ടായി പറയുന്നത്. ഇത് ആണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം. അപ്പോൾ ഈ യാത്രാവിവരണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞു, ടീച്ചറെ ഞാനിവരെ കൊണ്ടൊരു യാത്രയ്ക്ക് പോവാം, സമ്മതിക്കുമല്ലോ? കുഴപ്പമൊന്നുമില്ല. ടീച്ചർ സമ്മതിച്ചു. അപ്പോൾ എന്നോട് എത്ര മണിക്ക് വരും? ഞാൻ പറഞ്ഞു പോയിട്ട് എന്തായാലും വരും, രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് ഞാൻ കൊണ്ടുപോകുന്നു. കുട്ടികളെ എത്തിയിട്ട്, മക്കളെ നമ്മൾ യാത്രയ്ക്ക് പോവുകയാണ്, കണ്ട കാര്യം തിരിച്ചു വരുമ്പോൾ എഴുതണം. എല്ലാവരും സമ്മതിച്ചു. ശരി, കണ്ട കാര്യം എങ്ങനെ എഴുതും? അവർക്ക് ഞാൻ 2 കുപ്പി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അവരെ കൊണ്ടുവന്നിട്ട് കുപ്പി, നിങ്ങൾ പോകുന്ന വഴിക്ക് 2 കുപ്പി കണ്ടു, ഈ 2 കുപ്പികൾ നിങ്ങൾ എന്ത് എഴുതും? അത് എഴുതാൻ പറ്റും. അപ്പോൾ കുട്ടി എഴുതി 2 കുപ്പികൾ കണ്ടു. ശരി, ഞാനപ്പോൾ അത് വായിച്ചിട്ട് വേറെ എല്ലാവരും അങ്ങനെ എഴുതിയിരിക്കുക. അപ്പം നിങ്ങളുടെ അമ്മയോ അച്ഛനെയോ ഇത് വായിച്ച് കേൾപ്പിച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന ഒരേപോലെയുള്ള 2 കുപ്പി കണ്ടു എന്നല്ലേ? 2 കുപ്പി എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള 2 കുപ്പി എന്നാണോ? അതോ അല്ല സാറേ, എനിക്ക് അതോടെ കൂട്ട്. അപ്പോൾ കുട്ടി എഴുതി ഒരു അടപ്പുള്ള കുപ്പിയും അടപ്പില്ലാതെ. അപ്പം ഞാൻ പറഞ്ഞു ഒരേപോലെയുള്ള കുപ്പിയാണോ? ഒന്നിന് അടപ്പില്ല, ഒന്നിന് അടപ്പുണ്ടല്ലേ? അപ്പോൾ അവർ പറഞ്ഞ നിറമുണ്ട്. ഇങ്ങനെ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഈ കുപ്പി തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമാകുന്ന തരം വരെ അവരെ കൊണ്ട് പ്രോസസ് ചെയ്യിച്ച് പുള്ളിയുള്ള നീലക്കുപ്പി വെള്ളമുള്ള എന്നൊക്കെ പറഞ്ഞ് എഴുതി. അപ്പോൾ അവരെഴുതി. അപ്പം ഞാൻ പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായാൽ ആ അനുഭവം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പതിയുന്ന തരത്തിൽ നമ്മൾ എഴുതും. എല്ലാവരും റെഡിയാണല്ലോ. എന്നിട്ടാണ് പുറത്ത് പോയി ആ സ്കൂൾ കോമ്പൗണ്ട് തന്നെ യാത്ര. എന്നിട്ട് അവിടെ ഒരു മരം നിന്നു. ആ മരത്തിനെ കണ്ടിട്ട് എഴുതാൻ പറഞ്ഞു. പ്രതിക്കുളങ്ങര സ്കൂളാണ്. അപ്പോൾ ഈ കുട്ടികൾ ഓരോന്നും സൂക്ഷ്മമായി നോക്കി അതിൻ്റെ ദേഹമെല്ലാം ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞിരിക്കുന്നു. അതിന് മരത്തെ എഴുതി തിരിച്ചു കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ ഈ 1.5 പേജ് 2 പേജുള്ള യാത്രാവിവരണമാണ് ചെയ്തിരിക്കുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് അവർ എഴുതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുട്ടി എങ്ങനെ ചിന്തിക്കണമെന്നുള്ള ഒരു അനുഭവം കൊടുക്കാത്തതാണ്. അതിന് സഹായകമായ അനുഭവം കൊടുക്കുമ്പോൾ സംഭവം മാറും. കുട്ടികൾ അടിസ്ഥാനപരമായി ഇത്രയും സർഗാത്മകമായി ചിന്തിക്കുന്ന കുട്ടികളുണ്ടോ? നമ്മൾ വീട്ടിൽ 2 ദിവസം ഇല്ലെങ്കിൽ അവരെന്തൊക്കെ കാണിച്ചു കൊണ്ടറിയോ? അത്ഭുതങ്ങൾ, പല കോമ്പിനേഷൻ കാണിക്കും. അതുകൊണ്ട് ആ കുട്ടികളുടെ കഴിവിനെ ജ്വലിപ്പിച്ചെടുക്കേണ്ട ഒരു രാസപ്രവർത്തനം ചിന്തയിൽ നടത്താത്തതിൻ്റെ പ്രശ്നമാണ് കിടന്നത്. അതുകൊണ്ട് അത് നമുക്ക് മാറ്റാൻ കഴിയുന്ന കാര്യം. എല്ലാ വിഷയത്തിലും ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കണക്കിൽ ഇത് പ്രശ്നമാണ്. കുട്ടികൾ കണക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയമാണെന്ന് പറഞ്ഞിട്ടിരിക്കുക, ഏറ്റവും പ്രയാസമുള്ള. അപ്പം ഞാൻ ഈ പ്രയാസം കുട്ടികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞത് എങ്ങനെ പരിഹരിക്കും? ഒരു ദിവസം ഓറഞ്ചുമായിട്ട് ഇന്നിട്ട് ഈ കുട്ടികളോട് പറഞ്ഞു എല്ലാവരും 2 പേർക്ക് ഒരു ഓറഞ്ച് തരാം. 2 പേർക്ക് ഓരോ ഓറഞ്ച് കൊടുത്തു. ഓറഞ്ചിൻ്റെ അകത്ത് എത്ര അല്ലിയുണ്ട്? ഓരോ ഓറഞ്ച് എത്ര അല്ലിയുണ്ട്? 2. കുട്ടികളപ്പോൾ പല ഊഹം പറഞ്ഞു. 6, 8, 12. ഞാൻ സത്യമാണ്, നിങ്ങൾ ഇത്രയും നാൾ കഴിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഇനി എത്രയിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടിയ ഓറഞ്ച് തുല്യമായി വിധിക്കാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ?
അവർക്ക് ഉറപ്പില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഓറഞ്ച് പൊളിച്ച് തുല്യമായ വീതം വെച്ചു, എന്താണ് തുല്യ ഭാഗമാക്കാൻ. അതിനെ ചാർട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ അതിൻ്റെ ഉത്തരം പറയുന്നില്ല, നിങ്ങൾ നോക്കണമെന്ന്. പക്ഷേ ഒറ്റ ഇരട്ട എന്ന് പറയുന്ന സംഭവം തുല്യ ഭാഗങ്ങളാക്കുക എന്ന് പറയുന്ന ആശയം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇതിനെ ചിത്രീകരിക്കുക. അപ്പോൾ വസ്തുവിൻ്റെ അനുഭവമായി, ചിത്രീകരണമായി, ഒറ്റ ഇരട്ടയായി അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പോയി പിന്നെ അതിൻ്റെ അകത്ത് വേണേൽ 8-1, 10-1 എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തുക. ഇങ്ങനെ ഗണിതത്തെ പറ്റുന്ന രീതിയിൽ അനുഭവിച്ചുകൊണ്ടും ചെയ്യാം. പായസം വെക്കുമ്പോഴും ഗണിതം ഉപയോഗിക്കുക. അപ്പം നമ്മൾ ഈ ഇന്ന് വരെയുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കും. കട്ടലിന് എന്തിനാണ് ഈ ഉയരം വെച്ചിരിക്കുന്നത്? എന്തിനാ ഉയരം? കട്ടലിൻ്റെ ഉയരം മിക്കവാറും വീട്ടിലല്ല ഒന്നാണ്. എന്താ കാര്യം? കട്ടലയുടെ ഉയരം ഇതാണ്, എന്താ കാര്യം? വീതി ഇതാണ്, എന്താ കാര്യം? ഒരാൾ കിടന്നു എത്ര? അപ്പോൾ കുട്ടി ആ വീതി അളന്ന് നോക്കി എന്താ ഇത് ഗണിതമാണ് മൊത്തം. അപ്പോൾ ഗണിതത്തിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഈ പാഠപുസ്തകത്തിലില്ല. പാഠപുസ്തകം വ്യത്യാസം. അപ്പോൾ എല്ലാത്തിലും അടിസ്ഥാനമായി കുട്ടിയുടെ ചിന്തയിലേക്ക് ചോദ്യങ്ങൾ എറിയണം. അതുകൊണ്ട് കുട്ടികൾ ചോദ്യം എറിഞ്ഞാൽ ഉടനെ തന്നെ അന്വേഷിക്കും, കണ്ടെത്തും, പ്രയാസമൊന്നുമില്ല. അതാണ് സംഭവം. പക്ഷേ ഇതിപ്പം മാഷ് വല്ലപ്പോഴും ചെന്നൊരു ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഇത്രയും സമയം അങ്ങനെ. ഇപ്പോൾ സാധാരണ ടീച്ചേഴ്സിന് മിക്കപ്പോഴുള്ളൊരു കൺഫ്യൂഷൻ ഇതാണല്ലോ. അപ്പം ഞാൻ അധ്യാപകർ പറഞ്ഞു കേൾക്കാറുള്ളത് കുറച്ച് സമയമേ ഉള്ളൂ, ഈ സമയത്തിനുള്ളിൽ പോർഷൻ തീർക്കണം, പരീക്ഷ വരുന്നു, സിലബസ് തീർക്കണം എന്നൊക്കെയാണ്. അപ്പോൾ ഈ വിധത്തിൽ സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി, അവർക്ക് ജീവിതവുമായി കമ്പയർ ചെയ്യാനൊക്കെ പറ്റുന്ന പോലെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ എടുക്കുന്ന പെയിൻ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സിസ്റ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള പഠനവും തമ്മിലൊരു പൊരുത്തമില്ലായ്മയുണ്ടല്ലോ, അതിനെങ്ങനെ പരിഹരിക്കും? ഈ ഫിൻലാൻഡിലൊക്കെ ഉച്ചവരെയുള്ള പഠിപ്പീരൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിപ്പിക്കാമെന്നാണ് അവർ പറയുന്നത്. അത് ഓരോ പ്രായത്തിൽ ഈ കോളേജുകളുടെ പഠനത്തിൽ ഞാനൊക്കെ കോളേജിൽ പോകുമ്പോൾ പിള്ളേരെല്ലാം ക്ലാസ് കട്ട് ചെയ്ത് നടക്കുകയാണ്. അവർക്ക് സ്വയം പഠിക്കാനുള്ള ശേഷികളുകൊണ്ടാണ് അത്. അപ്പോൾ അല്ല ക്ലാസ്സിലിരുന്ന അനാദരവിൻ്റെ അല്ല. അപ്പോൾ ഓരോ പ്രായത്തിലും സ്വയം പഠിക്കാനുള്ള ശേഷി കൂടി വരും. അങ്ങനെ വരുമ്പം ചില കാര്യങ്ങൾ ടീച്ചർ പറയും, ബാക്കി കുട്ടികൾ കണ്ടെത്തണം. അന്വേഷണാത്മകമായ പഠനമാണ്. ഈ ബിജു പ്രഭാകർ സാറ് DP ആയിരുന്നപ്പം അദ്ദേഹം നടത്തിയൊരു പരീക്ഷണമുണ്ട്. സാറന്മാർ പറഞ്ഞ സമയമില്ല. പുള്ളി പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാനൊന്ന് പരിശോധിക്കാം, നമുക്കെല്ലാം കൂടെ ആലോചിക്കുക, ഇതിനെല്ലാം പഠന പ്രശ്നങ്ങളാക്കാൻ പറഞ്ഞു. പീരീഡ് ഉണ്ടാകത്തില്ല, രാവിലെ മുതൽ കുട്ടികൾ. അപ്പോൾ കുട്ടികളുടെ മുമ്പ് കുറേ ചോദ്യങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ടു. ഈ ചോദ്യങ്ങളുടെ ലിസ്റ്റ് എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് അവിടെ പോയി ഇൻ്റർനെറ്റ് നോക്കാം, ഇവിടെ പോയി ഇൻ്റർനെറ്റ് നോക്കാം, നാളെ ഇതിൻ്റെ ഉത്തരവും മറ്റു കാര്യങ്ങളും കണ്ടെത്തി. കുട്ടികൾ പൂർണ്ണമായി മുഴുകിക്കൊണ്ട് പിറ്റേ ദിവസം ആയപ്പോഴത്തെ അധ്യായത്തിൻ്റെ മുഴുവൻ ആശയം കവർ ചെയ്ത് അവർ പ്രസൻറ്റേഷൻ നടത്തി. ഈ അധ്യായം ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിൽ 1.5 ആഴ്ച എടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കുട്ടികൾക്ക് ആ വിഷയത്തിൽ ഒരു വിരസതയില്ല, കുട്ടികൾ നന്നായി ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്ന പീരീഡ് സിസ്റ്റം പോലും ഇപ്പോൾ പറയുന്ന പോലെ എനിക്ക് 2 ഉച്ച ഇന്ന് മുഴുവൻ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കാൻ തരണമെന്ന് എന്തുകൊണ്ടാണ് ഒരു ടീച്ചർ ആവശ്യപ്പെടാത്തത്? ഈ ആഴ്ച ഞാൻ ഇനി പഠിപ്പിക്കുന്നില്ല, അടുത്ത 2 ആഴ്ച എനിക്ക് സാമൂഹ്യശാസ്ത്രം വേണ്ട, ഇന്ന് ഒറ്റ ദിവസം ഒരു ഫുൾ ഡേ അത് ആവശ്യപ്പെടുത്തില്ല. കാരണം എന്താണ്, അതിന് വേണ്ട ഒരു വെല്ലുവിളി അത്രയും കൊണ്ടുള്ള സാധ്യത അനുഭവിക്കുക. അതാണ് നിലവിലുള്ള പീരീഡ് സിസ്റ്റം അടക്കം പറയുന്നത്. ഇങ്ങെത്ര കാലങ്ങളിലുള്ള ഇത്തിരി പോഷൻ തീരണമെന്നേ ഉള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചു കൊടുക്കണമെന്നല്ല. ഇപ്പം ടീച്ചർമാർ ആ സ്വാതന്ത്ര്യം വെച്ച് ചെയ്യുകയാണ് പ്രധാനപ്പെട്ടത്. എങ്കിലും ഇത് മാറാൻ കഴിയും. നമുക്കുള്ള പ്രശ്നം പരിമിതികളുണ്ട് എന്നുള്ളതുകൊണ്ട് പരിമിതിക്കകത്തേക്ക് നിൽക്കുകയാണോ, പരിമിതികളുള്ളതുകൊണ്ട് പരിമിതി പൊളിക്കുകയാണോ വേണ്ട? ഈ 2 ചോദ്യമാണ്. പരിമിതിയെ മറികടക്കാൻ നിലവിലുള്ള സാധ്യതകൾ എവിടെയൊക്കെയാണ് പ്രയോജനപ്പെടുത്തുക? ഇപ്പോൾ സാധ്യതകൾ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ പരിമിതപ്പെട്ടിരിക്കും. മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഒരവയവമോ ഏതെങ്കിലും ഭാഗമോ നിരന്തരം ഉപയോഗിക്കുന്നില്ലേ ദുർബലമായി. ഇതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അപ്പോൾ നിരന്തരം ഉപയോഗിക്കാതിരിക്കുന്ന അന്വേഷണത്തിൻ്റെ തലം ഈ അധ്യാപകരുടെ ചിന്തയിൽ ഒരു മരവിപ്പുണ്ടാക്കുന്നുണ്ട്. അത് മറികടക്കാൻ അവർ തന്നെ അവരുടെ എപ്പോഴും സജീവമായിട്ട് തന്നെ നിർത്തുകയും പ്രതിസന്ധി മറികടക്കാൻ അന്വേഷിക്കുകയും ചെയ്താൽ ഇതിന് മാറ്റമുണ്ട്.
നമ്മുടെ ഒരു മോഡലുണ്ടല്ലോ പക്ഷേ കേരളത്തിൽ വിദ്യാഭ്യാസം അതൊരു മാതൃക, ഇന്ത്യയിൽ മൊത്തം തന്നെ മാതൃകയാവുന്നൊരു സിസ്റ്റമാണ്. അപ്പം നമ്മുടെ മോഡൽ എവിടെ നിന്നാണ്? നമ്മൾ നമ്മുടേതായ വിധത്തിൽ പലപ്പോഴും റിസർച്ച് എടുക്കുകയാണോ? നമ്മളുടെ അതിൻ്റെ ഒരു പോളിസി മേക്കിംഗ് തലത്തിൽ ഞാൻ അന്വേഷിക്കുകയാണ് ഇതിൻ്റെ റിസർച്ചുകൾ നടക്കുന്നത്, അതിൻ്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ SCERT-ക്കുള്ളിൽ ഇത് ഏത് വിധത്തിലായിരിക്കും ഇതിൻ്റെ പുതിയ രീതിയിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത, അതിൻ്റെ ചർച്ച, സെമിനാർ, അത് ആരൊക്കെയാണ് കോർഡിനേറ്റ് ചെയ്യുക, അതെങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്ക് ഈ പണ്ട് കാലഘട്ടത്തിൽ ഇതിനെ പറ്റി ഇപ്പം ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഭിക്ഷുക്കളെ പഠിപ്പിച്ചത്? അപ്പോൾ അത് സംവാദാത്മകമായിട്ട് രീതിയിലാണ്. ആ സംവാദാത്മകമായ രീതി ഗുരു ബുദ്ധൻ്റെ കാലഘട്ടത്തിൽ ഗുരു ഇങ്ങനെ മുകളിലിരിക്കുക എന്നുള്ളതല്ല, അവർ ഗ്രാമങ്ങളിലേക്ക് പോവുകയുമാണ്. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് പോയി തിരിച്ചു വരുന്ന ഒരു രീതിയിലാണ് ഇവരുടെ മൊത്തം അനുഭവം. അന്നത്തെ ഒരു സംവാദാത്മക രീതിയുണ്ട്. പലവിധ കൃഷി ചെയ്ത് നൂലുകൊത്തും എല്ലാം അതിൻ്റെ അകത്ത് കയറി വരികയാണ്. ആദ്യം തൊഴിലടക്കമുള്ള എല്ലാ കാര്യത്തിൽ കയറി വന്ന ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ഒരിടത്ത് നിൽക്കുന്നു, ഇങ്ങനെ സംവാദാത്മകമായി പഠിപ്പിക്കണം. അതിന് നമ്മൾ പിന്നെ വേദകാലത്തിൻ്റെ ഗുരു എല്ലാം പറഞ്ഞു കൊടുക്കും, അത് ഗുരു വിട്ട് എത്രയും കൂടുതൽ ശ്ലോകങ്ങളും ഇതും കാണാൻ പഠിക്കുന്നതിനാണ്. കാരണം അത് തന്നെ പകർന്നു കൊടുത്താൽ മതി, വ്യാഖ്യാനിച്ചാൽ മതി. അങ്ങനെ ഒരു പാരമ്പര്യം നിൽക്കും. ഈ രണ്ട് പാരമ്പര്യത്തിൻ്റെയും സ്വാധീനമുണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യം ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്കപ്പുറത്തുള്ള അറിവ് നമ്മളെങ്ങനെയാണ് നേടുക, അത് വിദ്യാഭ്യാസമാണ്. ഉദാഹരണമായി ഒരു വീട് പണിയണം എന്നുള്ളത് എൻജിനീയർമാരല്ല പഠിപ്പിച്ചത്. അതിൻ്റെ ആകൃതി മുകൾവശം ഇങ്ങനെ കൂമ്പാരമായിരിക്കണം എന്നുള്ളത്, ജലം വീഴുകയും വെയിൽ കൊള്ളുകയും ഒക്കെ ചെയ്തതിൻ്റെ അപ്പം നിരന്തരമായ അന്വേഷണത്തിൽ കൂടി രൂപപ്പെടുത്തിയതാണ് ഈ ലോകത്തിലെ ഒട്ടേറെ അറിവുകളും. പാഠപുസ്തകത്തിൽ മാത്രമല്ല, പിന്നീട് അതിനെ പാഠപുസ്തകത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. നമ്മുടെ ഈ ആയുർവേദം ഇത് അന്വേഷിച്ച് ഈ ഇല കൊള്ളാമോ ഈ കാ കൊള്ളാമോ എന്ന് അന്വേഷിച്ചില്ലേ? അവിടെ എല്ലാം അന്വേഷണമാണല്ലോ. ആ അന്വേഷണത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് അവർ അറിവാക്കി മാറ്റിച്ച്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ അന്വേഷണം നടന്നിട്ടുള്ളത്. അപ്പോൾ ഔപചാരിക പഠനത്തിന് പുറത്ത് ജീവിതത്തിൻ്റെ തലത്തിൽ നോക്കിയാൽ അന്വേഷണമായ പഠനമാണ് നമ്മളെ മുമ്പ്. അത് ഇതിലേക്ക് സന്വേഷിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ധാരയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ധാരയിൽ നിന്ന് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഉള്ള പ്രശ്നം, കൂടുതൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ ബെഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ വരികയും ഒരാൾ ഒത്തിരി പേരെ പഠിപ്പിക്കുന്ന സംവിധാനം വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള രീതിയിലേക്ക് പോകും. അന്നത്തെ ചിന്താഗതി അങ്ങനെയായിരുന്നു. പിന്നെ കാലം മാറിയപ്പോൾ പഠന രീതിയിലും സാങ്കേതിക രീതിയിലും ഒക്കെ മാറ്റം വന്നപ്പോൾ പുതിയ രീതിയിലേക്ക് മാറി. അപ്പോൾ ആ പുതിയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നേരിടുന്ന കുട്ടികൾ പരസ്പരം ആശയം പങ്കുവെച്ച് അറിവ് നിർമ്മിക്കുമെന്നുള്ളതും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നുകൊണ്ട് ഒരു മുതിർന്ന ആളെ എങ്ങനെ സഹായിക്കും, ആ സഹായിച്ച് ഉയർന്ന തലത്തിലെത്തിക്കുക എന്ന് പറയുന്ന പ്രക്രിയയാണ് നമ്മൾ നടത്തിക്കൊടുക്കുന്നത്. അതിലേക്ക് പോകാൻ ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കും നമ്മൾ അവസരമൊരുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നിലവിലുള്ള ക്ലാസ് റൂം അന്തരീക്ഷം മാറണം. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു മാതൃക ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മാതൃകയില്ല. നമ്മൾ നിരന്തരം കേരളത്തിൻ്റെ പാഠ്യപദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അറിവ് നിർമ്മാണ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത് പൂർണ്ണമാണെന്ന് തീരുമാനിച്ചാൽ പിന്നെ അറിവ് നിർമ്മാണമില്ല. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും ഇത് ഇനിയും പൂർണ്ണമാക്കാനുണ്ട് എന്നുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഒരു പ്രത്യേക മാതൃകയിൽ എത്തിച്ചേരുക എന്നുള്ളതല്ല, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ, ഒരു രീതിശാസ്ത്രം വികസിപ്പിക്കാനേ നമുക്ക് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അനുകരിക്കേണ്ട ഒരു മാതൃക എന്ന രീതി നമുക്കൊരു സംഭവം മുമ്പോട്ട് വെക്കുന്നത് നമ്മൾ പറയുന്ന ഈ ദർശനത്തിന് തന്നെ എതിരാണ്. ഒരു ഒറ്റ ചോദ്യം കൂടെ, അതായത് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കുട്ടികൾ, പല കാരണങ്ങളായി ഡ്രോപ്പ് ഔട്ടായി പോകുന്ന കുറേ കുട്ടികൾ, അതുപോലെ ഏകാധ്യാപക വിദ്യാലയങ്ങൾ, ബദൽ വിദ്യാലയങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ, അതായത് മിക്കവാറും ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ബദൽ വിദ്യാലയങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ പൊതുവിദ്യാഭ്യാസത്തിൽ നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് കൂട്ടിച്ചേർത്ത് പിടിക്കാൻ കഴിയാത്ത ഇടങ്ങളിൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ അതിനെയൊക്കെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബദൽ വിദ്യാഭ്യാസ രീതികളെ, ഏകാധ്യാപക വിദ്യാലയങ്ങൾ, ഓൾട്ടർനേറ്റീവ് സ്കൂളുകളെയൊക്കെ മാഷ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ ഈ കഴിഞ്ഞ 3-4 മാസത്തിന് മുമ്പ് ഇടമലക്കുടി പോയി. അപ്പോൾ ഇടമലക്കുടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകാൻ നമ്മൾ ദേവികുളത്തു നിന്ന് വളരെയേറെ ഉള്ളിപ്പോണം. അപ്പോൾ അങ്ങനെ ആ പ്രദേശത്തേക്ക്, ദുർഘടമായ പ്രദേശത്ത് ജീപ്പുകാർ കരഞ്ഞാൽ മാത്രമാണ് അവിടെ എത്തുന്നത്. ഇവിടെ ചെന്നപ്പോൾ ഉള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ഒരു പ്രൈമറി സ്കൂളാണ്.
ഈ പ്രൈമറി സ്കൂളിൽ പഠിച്ച് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ വേറെ എവിടെയെങ്കിലും പോയി ഹോസ്റ്റലിൽ താമസിച്ചേ പറ്റും. മുതു വിഭാഗത്തിലുള്ള സമൂഹമാണ്. മുതു വിഭാഗത്തിൽ കുട്ടികളോട് വലിയ അറ്റാച്ച്മെൻറ്റാണ്. അതുകൊണ്ട് ആ ഒരു കുട്ടികളെ പുറത്ത് വിടാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ ആ ഇടമലക്കുടിയിൽ ഓരോ ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏകാധ്യാപക വിദ്യാലയമുണ്ട്. അതായത് സ്കൂള് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അവരുടെ അടുത്തേക്ക് ഒരു അധ്യാപകനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള പ്രദേശത്ത് ഒരു സ്കൂൾ ആരംഭിച്ചാൽ 10 കുട്ടികളെ ഉണ്ടാവത്തുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ആ 10 കുട്ടികളെ വെച്ച് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഘട്ടം വരെ നമുക്ക് കഴിയത്തുള്ളൂ. ആ ഘട്ടം കഴിഞ്ഞാൽ ആ കുട്ടികളെ മാറ്റണം. അപ്പോൾ അങ്ങനെ തീരെ അപ്രാപ്യമായ പ്രദേശങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ഒരു കാലഘട്ടത്തിൽ ആരംഭിച്ചത്. അതിനുശേഷം അതിനെ സ്കൂളാക്കുന്നതിനുള്ള തീരുമാനങ്ങളിലേക്ക് പോയി കുട്ടികളെ എത്തിക്കുകയും ചെയ്തു. ഇത് ഒരു വശം. എന്നാൽ വയനാട്ടിൽ ചെന്നു. വയനാട്ടിൽ ഈ വർഷം തന്നെ 1400ഓളം കുട്ടികൾ കൊഴിഞ്ഞു പോയി. ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ പഠിത്തം നിർത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പഠിത്തം നിർത്തിപ്പോകുന്നതെന്നുള്ള അന്വേഷണം ഞാൻ ഇവരുടെ ഊരിപ്പോയി. കുട്ടികൾ അവിടെയൊക്കെയുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വന്നില്ലേലും കുഴപ്പമില്ലാന്ന് തീരുമാനിക്കുന്ന സ്കൂളുകാരുണ്ട്. അപ്പോൾ കുട്ടികൾ വന്നില്ല, എന്നാലും വന്ന് അറ്റൻഡൻസ് കൊടുത്താൽ മതി. അപ്പോൾ ഈ കുട്ടികൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തീരുമാനിക്കുന്നതിനെ എങ്ങനെ പൊളിക്കാൻ പറ്റും? അതാണ് നമ്മളാലോചിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ ജാഗ്രത ഉണ്ടാവണം. സമഗ്ര ശിക്ഷ അഭിയാൻ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ഊരിനും ഒരു കോർഡിനേറ്ററെ ചുമതലപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണെന്ന് ചോദിച്ചാൽ രാവിലെ ഊരിലെത്തി ഈ കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ട് ഉറപ്പാക്കണം. വൈകിട്ട് ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവരന്ന് പഠിച്ച കാര്യം പങ്കുവെക്കണം. മഴക്കാലത്തൊക്കെ പോകാൻ പ്രയാസമുള്ളതുകൊണ്ട് എന്ത് ചെയ്യും? സ്കൂളിലെത്തിയിട്ട് എല്ലാ കുട്ടികളും എടുത്ത് വന്നിട്ടില്ലെങ്കിൽ അവിടെ പോയി കൊണ്ടുവരും. ഇത് വന്നപ്പോൾ കുട്ടികൾ ഹാജർ നില വരും. അപ്പം നമ്മൾ ആലോചിക്കേണ്ട കുട്ടികൾ സ്കൂളിൽ എത്തണമെന്ന് കർശനമായി ആഗ്രഹിച്ചാൽ അതിൻ്റെ ഒരു രീതിശാസ്ത്രമുണ്ട്. അടുത്ത ഒരു കാര്യം നേരിടുന്ന കാര്യം ഈ കുട്ടികൾ രാവിലെ സ്കൂളിൽ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ മാസം മേപ്പാടിയിൽ പോയിരുന്നു. വീട്ടിൽ ചെന്നപ്പം അവിടെ കാട്ടുകിഴങ്ങ് അടുപ്പത്ത് വെച്ചിരിക്കുക. അത് രാവിലെ പോയി കൊണ്ടുവന്നിരിക്കുക. അത് പുഴുങ്ങി തിന്നാൽ കുളിപ്പാൻ പറ്റും. നമ്മൾ പറയുന്നതല്ല കുട്ടിയുടെ പ്രശ്നം. ഇപ്പോൾ ഈ സ്കൂളിൽ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിലോ കുട്ടി എത്തിപ്പെട്ടേ. അപ്പോൾ ഈ ഇങ്ങനെ ഓരോ കുട്ടിക്കും ബാധകമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നിൽക്കുന്നു. ഈ ഓരോ സവിശേഷ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുമ്പോൾ ഈ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുന്ന കുട്ടികൾ സ്ഥിരമായി ഇവിടെ എത്തും. രണ്ടാമത്തെ കാര്യം, ഈ 10ാം ക്ലാസ് റിസൾട്ട് മോശമാകുമെന്ന കാരണത്താൽ 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ രജിസ്റ്റർ ചെയ്യുന്ന നീക്കം ചെയ്യുന്ന കുട്ടികളും വയനാട്ടിലുണ്ട്. അത് ഇപ്പം അവസാനിപ്പിക്കാൻ പോവാം. വയനാട് ജില്ലാ പഞ്ചായത്ത് തന്നെ ഒരു ക്യാമ്പയിൻ ആരംഭിച്ച് മൊത്തം കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്ന ക്യാമ്പയിൻ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം പലവിധ കാരണങ്ങളാലാണ് ഈ സ്കൂളുകൾ ഇന്ന് കുട്ടികൾ പുറത്തു പോകുന്നത്. ചിലർ ചോദിക്കും, ഞാൻ ചെന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ച ചോദ്യമുണ്ട്, സാറേ അച്ഛനില്ല, അമ്മ കിടപ്പില്ല, എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ എന്ത് കഴിക്കും? അമ്മയ്ക്ക് മരുന്ന് വേണം, ആഹാരം വേണം, അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകും, വൈറ്റ് വാഷ് അടിക്കാം, പെയിൻറ്റിങ്. ഇപ്പം പെയിൻ്റ് അടിക്കണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇപ്പം ഈ കുട്ടി വല്ലപ്പോഴേ സ്കൂളിൽ വരുന്നുള്ളൂ, ഈ ഒരു കുട്ടി. മറ്റൊരു കുട്ടി അരിപ്പാടി എന്നപ്പോൾ ഉള്ള കുട്ടി ഉത്സവത്തിൻ്റെ മൈക്ക് ഓപ്പറേറ്ററാണ്. രാത്രി കാലങ്ങളിൽ 10ാം ക്ലാസ്സിലെ പരീക്ഷ കണ്ടിട്ട് മുമ്പൊക്കെ വരുന്ന ഈ ഉത്സവ ചന്തയില്ല, എങ്ങനെ പഠിക്കാൻ പറ്റും? അവൻ്റെ ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ ദാരിദ്ര്യം ഉള്ള കുടുംബങ്ങളിലെ കുട്ടികളുടെ പഠനത്തെ സംബന്ധിച്ച് അവരുടെ രീതിയെ സംബന്ധിച്ച് ഗൗരവത്തോടെ ആലോചിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ. അന്നേരമാണ് ഈ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ PTA കമ്മിറ്റി അടക്കം പുതിയ റോളിലേക്ക് വയ്ക്കുന്നത്. ഈ സ്കൂളിൽ ചേർന്ന എല്ലാ കുട്ടികളും ഞങ്ങളുടെ മക്കളാണെന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു പൊതുപിതൃത്വവും മാതൃത്വവും ഉണ്ടാക്കുന്ന ഇടത്തിലേക്ക് സ്കൂളുകൾ മാറുകയാണെങ്കിൽ ഈ കുട്ടികൾ സ്കൂളിലെത്തും. അവർക്ക് ഒരു ആശ്രയമാണ് സ്കൂളെന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴും ചില സ്കൂളുകളിലെ കുട്ടികൾ സഹപാഠിയെ പഠിപ്പിക്കുന്നുണ്ട്, മൊത്തം ചിലവറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകളുണ്ട്. അപ്പോൾ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ നടത്തി നമുക്ക് ഇത് ഒഴിവാക്കാൻ കഴിയുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളൊക്കെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. പക്ഷേ അവരുടേതായ ചുറ്റുവട്ടങ്ങൾ, അല്ലാതെ പുറത്തു പോയി ജീവിതം ഉല്ലസിച്ച് കഴിയണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അല്ല ഇവർ പോകുന്നത്. അതാണ് സംഭവം. 1 മണിക്കൂർ നേരം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന അനുഭവങ്ങളല്ല ഇത്രയും കാലത്ത്. കാരണം ഓരോ ചോദ്യങ്ങൾക്കും മാഷിന് മറുപടി ഉള്ളത് ഓരോ അനുഭവത്തിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് തീരുന്നതല്ല. എന്നാലും
ഇത്രയും നേരം എടുത്ത് വർത്തമാനം പറഞ്ഞതിന്, അനുഭവങ്ങൾ പങ്കുവച്ചതിന്, ആശയങ്ങൾ തന്നതിന് ഒരുപാട് നന്ദി. സ്നേഹം.